മഹാഗണപതി മഹാദേവസുധം എന്നാണ് പറയുന്നത് അല്ലെ. അമ്മയുടെ മകനാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഞങ്ങൾ പാലക്കാടൊക്കെ കുറച്ച് കൽപ്പാത്തിയൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. തമിഴ് പാരമ്പര്യം കുറച്ച് കൂടുതലാണ് ആ ഭാഗത്ത്. ഞാൻ പക്ഷെ ആ ഒരു രീതി നല്ല വരുന്നത്. ഞങ്ങളൊക്കെ വള്ളുവനാട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്താണ് വരുന്നത്, ഒറ്റപ്പാലം മണ്ണാർക്കാടൊക്കെ. അവിടെയൊക്കെ ഈ അച്ഛന്റെ കുട്ടി അമ്മയുടെ കുട്ടി എന്നൊരു ഏർപ്പാടുണ്ട്. അമ്മ ചെല്ലം അപ്പാ ചെല്ലം എന്ന് പറയും. പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള ആ പാർവതി പരമേശ്വരന്മാരിൽ അമ്മയുടെ ചൈതന്യം അധികമായിട്ടുള്ള ആളാണ് മഹാഗണപതി എന്നാണ് പൊതുവിൽ പറയുക. നമ്മളെ മൂലാധാര ചക്രത്തിൽ ഇരിക്കുന്ന കൊണ്ടലിയുടെ പോലും കാവൽക്കാരന്റെ സ്ഥാനം, അമ്മയുടെ കാവൽ ഗണപതി നിൽക്കുന്നു എന്ന് പറയണതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ അംശത്തെക്കാൾ കൂടുതൽ ശ്രീപാർവതിയുടെ അംശമാണ് മഹാഗണപതിയിലുള്ളത്. എന്നാൽ മുരുകനിൽ അച്ഛന്റെ കുട്ടിയാണ് കൂടുതലും. മഹാദേവൻ തന്റെ 6 മുഖങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ള ഉണ്ണിയാണ്. ഒരാളെ അമ്മ തന്റെ ദേഹത്തുനിന്ന് സൃഷ്ടിച്ചു, മറ്റൊരാളെ മഹാദേവൻ സൃഷ്ടിച്ചു. എങ്ങനെയാണെങ്കിലും ആ രണ്ടുപേരുടെയും അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പെരുന്നാളത്തപ്പനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങണം ഇനി എന്നാണ് കരുതുന്നത്. ഭഗവാൻ മഹാദേവന്റെ കഥകൾ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് കേൾക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എനിക്കൊന്ന് തൃപ്പൂണിത്തറയും ആ ഒരു പാരമ്പര്യമൊക്കെ കുറെയൊക്കെ വള്ളുവനാടിനോട് ഒരുപാട് സാമ്യമുള്ള ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തറ ഭാഗം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട്, ഇന്നിപ്പോ നമ്മൾ ഈ നേരത്തെ തിരുനാമാചാര്യനെ സ്മരിച്ചതുകൊണ്ട് തന്നെ നാമം ജപിക്കുക എന്നൊരു വാക്ക് ഞങ്ങളുടെ ഒന്നും കുട്ടിക്കാലത്ത് അങ്ങനെ വല്ലാതെ പറഞ്ഞു കേട്ടിരുന്നില്ല സന്ധ്യാസമയത്ത്. പകരം മറ്റൊരു വാക്കുകൊണ്ടാണ് ഇതേ അർത്ഥം കുട്ടികളിൽ എത്തിച്ചിരുന്നത്. ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഒരു 6 മണി 6:30 ആയി കഴിഞ്ഞാൽ മേലെ കഴുകി നാമം ചൊല്ലു കുട്ടികളെ എന്ന് പറയില്ല, മറിച്ച് നാമം ചൊല്ലണേന് പകരം അവർ പറയുന്നത്, ഞങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ പറയുക, നമശിവായ ചൊല്ലു മക്കളെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗത്ത് അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമശിവായ ചൊല്ലാൻ പറയും. സന്ധ്യ ആയി കഴിഞ്ഞാൽ നമശിവായ ചൊല്ല. ചിലയിടത്തത് രാമനാമം ചൊല്ലാൻ പറയും, ചിലയിടത്തത് നമശിവായ ചൊല്ലാൻ പറയും. മഹാദേവന്റെ പെരുന്നാളത്തപ്പന്റെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാക്ഷരത്തിന്റെ മുകളിൽ ഭഗവാന്റെ ഒരു മന്ത്രമല്ല. പഞ്ചാക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിവൻ തന്നെയാണ്. ആ ഭഗവാന്റെ പഞ്ചാക്ഷരം ചൊല്ലുന്ന സമയത്ത് നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ആത്യന്തികമായിട്ട് കിട്ടുക ശിവനെ തന്നെയാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ശിവനിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആരെ കിട്ടാനാണ്? ശിവനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല, ഗുരുവായൂരപ്പനെ തന്നെ കിട്ടാൻ പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ആത്യന്തികമായിട്ട് ആചാര്യന്മാര് നാമജപത്തിന്റെ ഒരു സംസ്കാരം നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മന്ത്രമാണ് പഞ്ചാക്ഷരം, നമഃശിവായ എന്നുള്ള ഭാഗം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ഈവൻ ഭജനകളൊക്കെ കേട്ട് നമ്മുടെ കുട്ടികൾ നാമം ചൊല്ലുന്നുള്ള സമയത്ത് നമഃശിവായ മന്ത്രം എത്രത്തോളം ഉറക്കെ ചൊല്ലാൻ സാധിക്കും അത്രത്തോളം ഉറക്കെ ചൊല്ലണം എന്നാണ് പറയുക. ബ്രഹ്മശബ്ദമായിട്ടുള്ള നമഃശിവായ ശബ്ദത്തിന്റെ അർത്ഥം, ഇപ്പൊ പണ്ടൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഞങ്ങള് ഈ മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ നമഃശിവായ ചൊല്ലു കുട്ടികളെ, നമഃശിവായ ചൊല്ലു കുട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ, ഇന്നാണെങ്കിലും അന്നാണെങ്കിലും എന്തെങ്കിലും ഇങ്ങട് കിട്ടണതിനാണ് നമുക്ക് താല്പര്യം. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് നമുക്കറിയണം. റിട്ടേൺ പ്രതീക്ഷിക്കും, അത് തെറ്റൊന്നുമില്ല. ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തിരിച്ച് കിട്ടും. അപ്പൊ ആദ്യത്തെ കുറച്ചു കാലമൊക്കെ ഈ നമഃശിവായ ചൊല്ലി 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 ഇതിപ്പോ ചൊല്ലിയിട്ട് ഇപ്പൊ എന്താ കിട്ടാൻ പോണേ എന്നൊരു ത്വര ഉള്ളിലുണ്ടായപ്പോ ഞങ്ങളുടെ നാട്ടിൽ ഒരു എംബ്രാന്തിരി ഉണ്ടായിരുന്നു. പ്രായമുള്ള മനുഷ്യനാണ്. അപ്പൊ ഞങ്ങള് കുട്ടികളൊക്കെ പാടെ ചേർന്ന് എംബ്രാന്തിരിയോട് ചോദിച്ചു, എംബ്രാന്തിരി, ഈ നമഃശിവായ ചൊല്ലി കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? ഞങ്ങൾക്ക് കുട്ടികളാണ്, 5-6 വയസ്സുള്ള കുട്ടികളാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ കുറിച്ചും മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ള കുണ്ഡലിനിയുടെ യാത്രയെ കുറിച്ചൊന്നും പറഞ്ഞു തരാനുള്ള ബോധ്യം ഞങ്ങൾക്ക് ആയിട്ടില്ല. അപ്പൊ അദ്ദേഹം വളരെ സരസമായിട്ട് ഞങ്ങൾക്ക് നമഃശിവായെ അതിന്റെ അർത്ഥത്തെ പറഞ്ഞു തന്നത് ഞാൻ സദസ്സുകളിൽ പറയാറുണ്ട്. ഇതൊരിക്കലും അമ്മമാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ പ്രഭാഷണം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേട്ട് കുട്ടികളോട് ഇത് പറയണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഞാനിത് പറയാനുണ്ടായ കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഒരാൾക്കും എതിരെ സംസാരിക്കണതല്ല. തിരുവനന്തപുരത്ത് ഗുരുവായൂരപ്പന്റെ സ്വർഗാരോഹണം പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ പ്രഭാഷണം അവസാനിക്കുന്ന സമയത്ത് പറഞ്ഞു കൃഷ്ണാവതാര ലീല എങ്ങനെയാണ് കഴിയണത്. ദ്വാരക കടലിൽ പോകുന്നു, യാദവന്മാർ പരസ്പരം തമ്മിൽ തല്ലി മരിക്കുന്നു, ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലഭദ്രസ്വാമി ആദിശേഷന്റെ ഭാവത്തിലേക്ക് തിരിച്ചു പോകുന്നു, ഭഗവാൻ കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യുന്നു, തപസ് ചെയ്യുമ്പോൾ ഭഗവാന്റെ ഒരു കാലെന്തോ താഴത്തേക്ക് തൂക്കിയിട്ടിരുന്നു പറയാറുണ്ട്. ഒരു വേടൻ ആ വഴി വരുന്നു, ഭഗവാന്റെ കാല് കാണുന്നു, ഏതോ മൃഗമാണെന്ന് കരുതി ആ കാൽമടമ്പിലേക്ക് ആ കാട്ടാളൻ അസ്ത്രം അയക്കുന്നു. ജര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ ആ അമ്പ് കൊണ്ട് ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഞാൻ അവസാനിപ്പിച്ചപ്പോ പറഞ്ഞത് വേടന്റെ അമ്പ് കൊണ്ട് ഭഗവാന്റെ ആ നീണ്ട കൃഷ്ണാവതാര ലീല താൽക്കാലികമായി ആ ഒരു യുഗത്തിൽ ഭഗവാൻ അത് അവസാനിപ്പിച്ചു. വേടന്റെ അമ്പ് കൊണ്ട് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും ആ മോളുടെയൊക്കെ പ്രായമുള്ള 2 കുട്ടികൾ എണീറ്റിട്ട് എന്നോട് പറഞ്ഞു, വെറുതെ ഞങ്ങളുടെ വേടനെ കുറിച്ച് അനാവശ്യം പറയുന്നത് വ്യാസേട്ടാ, ഞാൻ ഉദ്ദേശിച്ച വേടൻ ആ വേടനെ അല്ല മോളെ എന്ന് ഞാൻ പറയേണ്ടി വന്നു. അവരോടാണ് ഞാൻ നമഃശിവായ ചൊല്ലാൻ പറയുന്നത്. എനിക്ക് മറ്റേ വേടനോട് ഒരു എതിർപ്പില്ല കേട്ടോ, അങ്ങനെ പറയരുത്. പക്ഷെ ഈ ധർമ്മത്തിന്റെ പാരമ്പര്യം കൂടി മനസ്സിലാക്കി നാമജപത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വേണം പുതിയ തലമുറയിലുള്ള കുട്ടികൾ വളർന്നു വരാൻ. അതിന് ഈ പെരുന്തിനാവളത്തപ്പന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മന്ത്രം നമഃശിവായ എത്രത്തോളം ചൊല്ലാൻ സാധിക്കുമോ അത്രത്തോളം ചൊല്ലാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പൊ അവരും ചോദിക്കും നിങ്ങളോട്, മുത്തശ്ശി അല്ലെങ്കിൽ അമ്മേ, ഈ നമഃശിവായ ചൊല്ലി എന്താ കിട്ടുക? തമാശയായിട്ട് എടുത്താൽ മതി. പണ്ട് ഞങ്ങളുടെ നാട്ടില് ഒരു മുത്തശ്ശിയോട് കുട്ടി ഇങ്ങനെ ചോദിച്ചു കൂത്തറേ, മുത്തശ്ശി നമഃശിവായ ചൊല്ലി എന്താ കിട്ടുക? മുത്തശ്ശി എടുത്ത വഴിക്ക് പറഞ്ഞു മോക്ഷം കിട്ടും കുട്ടിയെ. കുട്ടി എടുത്ത വഴിക്ക് അങ്ങോട്ടും പറഞ്ഞു മുത്തശ്ശിക്ക് അത് ആദ്യം കിട്ടാൻ പോണോ, ഇരുന്ന് ചൊല്ലിക്കോളൂ. നമ്മൾ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ കുറിച്ചല്ല പറയണേ. നമഃശിവായ ചൊല്ലിയ എന്ത് കിട്ടുന്ന ഒരു കുട്ടി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം പറഞ്ഞു കൊടുക്കാൻ, അല്ലെ? ഞങ്ങൾക്ക് എമ്പ്രാന്തിരി പറഞ്ഞു തന്നത് ഞാനിപ്പോ അവിടെ പറയാം. അവര് പറഞ്ഞു, നാ എന്ന ശബ്ദം ചൊല്ലുമ്പോ മക്കളെ നിങ്ങൾക്ക് നരക ഭയം ഉണ്ടാവില്ല എന്നാണ്. നമ്മുടെയൊക്കെ പേടി അന്നത്തെ കാലത്ത് അന്യൻ സിനിമയൊക്കെ ഇറങ്ങിയ സമയമായിരുന്നു. മറ്റേ എണ്ണയിലിട്ടിട്ട് വറക്കുന്നു, തലമുടിയുള്ള പാലത്തിന്റെ മുകളിലൂടെ നടത്തിക്കുന്നു, അല്ലെ? നരകത്തെ ആയിരുന്നു ഭയം. അപ്പൊ നാ എന്നുള്ള ശബ്ദം കൊണ്ട് ഉണ്ടാവില്ല, നരക ഭയം പോയി കിട്ടും. മാ എന്ന ശബ്ദം ഉച്ചരിക്കുമ്പോൾ ഏത് ഭയം പോണു? എല്ലാവർക്കും ഉള്ള ഭയം, ഇന്ന് പോവോ നാളെ പോവോ മറ്റന്നാ പോവോ എന്നുള്ളൊരു ഭയം ഉണ്ടല്ലോ. മരണ ഭയം ഇല്ലാണ്ടാവുന്നതാണ്. ഞാൻ പോവാനായി മക്കളെ എന്ന് പിന്നെ മുത്തശ്ശിമാരൊന്നും പറയില്ല. അപ്പൊ മരണ ഭയവും ഇല്ലാണ്ടാവും. നാമ കഴിഞ്ഞു, അടുത്ത ശബ്ദം ശിവായ. ഷ എന്ന ശബ്ദം ഉച്ചരിക്കുന്ന സമയത്ത് കുട്ടികളെ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാവണ ഭയം, അതായത് ശൈശവകാലത്തെ ഭയം തീരും എന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശൈശവകാലത്ത് ഉണ്ടായിരുന്ന 2 ഭയങ്ങള്, ഒന്ന് കണക്കും 2 പ്രേതമായിരുന്നു. കണക്കിനായിരുന്നു ഏറ്റവും ഭയം, അത് കഴിഞ്ഞിട്ടേ പ്രേതത്തിനെ കൂടി പേടിയുള്ളൂ. ചൊവ്വയും വെള്ളിയും വെള്ള സാരി എടുത്തിട്ട് മറ്റേ സാധനം വരുമോ എന്നായിരുന്നു ഭയം. അപ്പൊ എമ്പ്രാന്തിരി പറഞ്ഞു തന്നു, നമഃശിവായ ചൊല്ലിക്കഴിഞ്ഞാൽ ആര് വരില്ല? പ്രേതം വരില്ല. അപ്പൊ ഞങ്ങൾക്ക് അധികം വിശ്വാസമായില്ല. അക്കാലത്താണ് ആകാശഗംഗ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. അതിൽ ഈ യക്ഷി പിടിച്ച് ഓടിക്കുന്ന സമയത്ത് ജഗദീഷേട്ടൻ ഒരു ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കറങ്ങുമ്പോ നമഃശിവായ നമഃശിവായ എന്ന് ചൊല്ലുമ്പോ യക്ഷിയുടെ മേത്തേക്ക് ഒരു ടോർച്ച് അടിക്കുമ്പോ യക്ഷി നിന്നു. അപ്പൊ മനസ്സിലായി എമ്പ്രാന്തിരി പറഞ്ഞത് ശരിയാണ്. പ്രേതത്തെ അകറ്റാൻ എന്ത് ചൊല്ലിയാൽ മതി? നമഃശിവായയിലെ ശ എന്ന ശബ്ദം കൊണ്ട് ശൈശവകാലത്ത് ഉണ്ടാവണ ഭയങ്ങളൊക്കെ തീർന്നു കിട്ടും. വാ എന്നുള്ള ശബ്ദം കൊണ്ട് എന്തില്ലാണ്ടാവണു? ശൈശവം മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ജീവിതത്തിന്റെ ഒരു അവസാനത്തിൽ വാർദ്ധക്യ കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. വയസ്സാവുമ്പോ ഉണ്ടാവണ പേടി മുഴുവൻ. ഇപ്പൊ എന്റെയൊക്കെ അച്ഛമ്മയൊക്കെ കിടക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, അച്ഛമ്മയുടെ അമ്മേനെ അച്ഛമ്മ കാണാൻ തുടങ്ങി, അല്ലേ? ഒരാള് പോത്തിന്റെ പുറത്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നു, ഇങ്ങനെ കണ്ട്. അങ്ങനെ വാർദ്ധക്യകാലത്ത് ഉണ്ടാവണ ഭയം, ഇന്നത്തെ ഏറ്റവും വലിയ ഭയം വാർദ്ധക്യകാലത്ത് ഉണ്ടാവണത് എന്താ? ഇതൊന്നുമല്ല, ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നുള്ളൊരു ഭയം ഇന്ന് പല ആളുകളും, അല്ലെ, വിഷാദ രോഗം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇന്ന് അതിനെ പേരിട്ട് വിളിക്കുന്നുണ്ട്. മക്കള് പുറത്താണ്, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ആ ഒറ്റപ്പെടലാണ് ഇന്ന് ഏറ്റവും വലിയ ഭയം. ആ ഒറ്റപ്പെടലിന്റെ ഭയം പോലും ആരില്ലാണ്ടാക്കുന്നു?
ശിവായ എന്നുള്ള ശബ്ദത്തിലൂടെ ഭഗവാൻ ഇല്ലാണ്ടാക്കണു. വാ എന്നുള്ള ശബ്ദത്തിലൂടെ, അവസാനം യാ എന്ന ശബ്ദത്തിലൂടെ ഏത് ഭയം ഇല്ലാണ്ടാവണു? ശിവക്ഷേത്രത്തിൽ ഇരുന്ന് ഞാൻ പൊതുവിൽ പറയാറുണ്ട്, തമാശയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി, ഒരിക്കലും ഇത് നിന്റെ വിധിയാണെന്ന് പറഞ്ഞ ഒരാളോടും പറയരുത്. എടോ, തന്റെ യോഗ ഇതായിരുന്നു എന്ന് ഭഗവാന്റെ മുമ്പിൽ വല്ലാണ്ട് പറയരുതെന്ന് ഞാൻ പറയാറുണ്ട്. മാർക്കണ്ഡേ എന്ന് പറയുന്ന കുട്ടിക്ക് യോഗ അനുസരിച്ചിട്ടാണെങ്കിലും വിധി അനുസരിച്ചിട്ടാണെങ്കിലും 16 വയസ്സ് വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ആ 16ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്ന യമധർമ്മനെ വധിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചിരഞ്ജീവിയാക്കിയ പെരുന്നാളത്തപ്പനാണ് അകത്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ നിന്നിട്ട് ഇത് തന്റെ വിധിയാണ് എന്ന് പറയരുത്. വിധാതാവ് ഇരിക്കുന്നത് അകത്താണ്. ഭഗവാൻ കാലനെ കൊല്ലണതിന് മുമ്പ് പറഞ്ഞു, അത്രേ, കാല നീ വെറും കാലനാണ്, ഞാൻ മഹാകാലനാണ്. അദ്ദേഹാണത്, സർവ്വതിന്റെയും ഉടമസ്ഥൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥൻ, ദേവന്മാരുടെ ദേവൻ. ആ മഹാദേവൻ യമഭയം ഇല്ലാണ്ടാക്കും യാ എന്നുള്ള ശബ്ദം കൊണ്ടാണ്. അപ്പൊ നോക്കൂ, ജനനം തൊട്ട് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതൊരു ഭയത്തെയും തരണം ചെയ്യാൻ എന്തുമാത്രം ജപിച്ചാൽ മതി? പഞ്ചാക്ഷരം മാത്രം ജപിച്ചാൽ മതി. നമഃശിവായ ചൊല്ലുക, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഏത് സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ജപിക്കാൻ സാധിക്കും. നമഃശിവായ എന്നാ പറയുക ആചാര്യന്മാര്. രാവിലെയാണോ രാത്രിയാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഈവൻ എപ്പോ ജപിക്കണതാണ് ഏറ്റവും പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ, മഹാദേവന്റെ പ്രത്യേകമായിട്ട് മഹാദേവനെ ആരാധിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഏതാ? എപ്പോഴും ആരാധിക്കാം, എങ്കിലും ഭഗവാൻ ഏറ്റവും ഇഷ്ടം പ്രദോഷം ആണ്. സന്ധ്യാസമയത്ത് നമഃശിവായ എന്നുള്ള മന്ത്രം നമ്മളെ കൊണ്ട് സാധിക്കുന്നത്ര നമുക്ക് ചൊല്ലാൻ സാധിക്കണം എന്നാണ്. അങ്ങനെയുള്ള ആ പെരുന്നാളത്തപ്പന്റെ ആ രൂപം നമുക്ക് നാമത്തിലൂടെ വേണം രൂപത്തിലെത്താൻ. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ലഡ്ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിക്കാൻ എളുപ്പമാണ്. ബ്രഹ്മം എന്ന് പറയുമ്പോൾ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ശിവൻ എന്ന് പറയുമ്പോൾ ആ രൂപത്തെ നമുക്ക് സങ്കല്പിക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറയണേ. ഉറപ്പായിട്ടും എത്ര പേര് ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂരപ്പനെ ക്യൂ നിന്ന് തൊഴുത്, അകത്ത് കയറി ഗണപതി ഭഗവാനെ തൊഴുത്, പുറത്തിറങ്ങി അയ്യപ്പസ്വാമിയെ തൊഴുത്, പ്രദക്ഷിണം വെച്ച് പ്രസാദം വാങ്ങുന്ന സമയത്ത് എടത്തിരികത്തുകാവ് ഭഗവതിയെ തൊഴുത്, ആ ഭഗവതി പ്രദക്ഷിണം വെക്കുമ്പോ അങ്ങോട്ട് നോക്കിയിട്ട് അവിടെയാണ് മമ്മിയൂര്. മമ്മിയൂരപ്പനെ കാണാതെ ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കൈമുക്കുവോ? സ്വാഭാവികത. ഞാനൊക്കെ എപ്പോഴും അങ്ങനെയാ. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഗുരുവായൂരപ്പ എന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം പണ്ട് ഞാൻ തന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു സന്തോഷം വരുമ്പോഴും, ഒരു ആപത്ത് വരുമ്പോഴും, ഒരു സങ്കടം വരുമ്പോഴും എപ്പോഴും ഒരു തവണയെങ്കിലും എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുമലിൽ ഒരു കൈ വന്ന് വീഴും എന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചോളൂ. ഇത് പണ്ട് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ആ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാനുള്ള അർഹത നമുക്ക് ഉണ്ടാക്കി തന്നത് ഈ ഇരിക്കുന്ന പെരുന്നാളത്തപ്പനാണെന്നുള്ള ബോധ്യം, അല്ലെങ്കിൽ മമ്മിയൂരപ്പനാണെന്നുള്ള ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഗുരുവായൂരപ്പന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ഗുരുവായൂരിനെ തെരഞ്ഞെടുത്ത ഗുരുവും വായുവും അതിനൊറ്റ കാരണമേയാണ് നിശ്ചയിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അവിടെ ലാൻഡ് ചെയ്തു? ഒറ്റ കാരണമേ ഉള്ളൂ. ഇനി നിങ്ങൾ ഗുരുവായൂർ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഗുരുവായൂരപ്പൻ കൃഷ്ണൻ തന്റെ സ്വന്തം കൈകൊണ്ട് പൂജിച്ചിരുന്ന ദ്വാരകയിൽ ഉണ്ടായിരുന്ന ആ വിഗ്രഹം ഇരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഗുരുവായൂരപുരത്തിന്റെ പ്രാധാന്യം, മറിച്ച് അവിടെ മഹാദേവന്റെ പാദസ്പർശം ഉണ്ടായിട്ടുള്ള മണ്ണാണത് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അതുകൊണ്ടാ അവിടെ ഇറക്കിയത്. മഹാദേവന്റെ ഒരു പാരമ്പര്യമാണ്. ആവശ്യമുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ അദ്ദേഹം എല്ലാവർക്കും കൊടുത്ത് ആർക്കും വേണ്ടാത്തത് അദ്ദേഹം സ്വീകരിക്കുന്നതാണ്. പാലാഴി കടഞ്ഞ സമയത്ത് ലക്ഷ്മിയും ഉച്ചൈശ്രവസ് എന്നുള്ള കുതിരയും ഐരാവതവും അമൃതും വന്നപ്പോ ആൾക്കാർ ഓടുകയായിരുന്നു, ഞങ്ങൾക്ക് വേണമെന്നുണ്ട്. ഹലാഹലം കാളകൂടെന്ന് പറഞ്ഞ സമയത്തും ഓടുകയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ സ്വീകരിക്കാൻ പ്രപഞ്ചത്തിൽ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. തന്റെ സുരക്ഷിതത്വം പോലും നോക്കാതെ ഈ പ്രപഞ്ചത്തിന്റെ സുരക്ഷിതത്വം നോക്കി ഭഗവാൻ എന്നാണ് നമ്മൾ പറയുക. കഥയൊക്കെ പറയുമ്പോൾ ഭഗവാന്റെ സുരക്ഷിതത്വം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും
ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായിട്ട് വിഷം പോലും എടുത്ത് പാനം ചെയ്ത ഒരു ഭഗവാൻ. അദ്ദേഹത്തെയാണ് ദിവസവും ചെന്ന് തൊഴാനുള്ള ഭാഗ്യം ഈ ഭാഗത്ത് ജനിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്താണെന്ന് തോന്നുന്നു ആ പ്രഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ട് കുറെ ആൾക്കാർ അത് കേട്ടു. എന്നോട് പറഞ്ഞു, സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എപ്പോഴും ഉയർത്തിപ്പിടിക്കുക. മഹാക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് പോകണം, ഒരു തർക്കമില്ല. ഞാൻ ആഴ്ചയ്ക്കാഴ്ച ഗുരുവായൂർ പോകുന്ന ആള് തന്നെയാണ്. പക്ഷേ ഗുരുവായൂർ എപ്പോഴൊക്കെ പോകുന്നുണ്ടോ ആ പോകുന്നതിന് മുമ്പായിട്ട് വണ്ടി ഒന്ന് നിർത്തി എന്റെ തിരുമാന്താകുന്നിൽ അമ്മയെ കണ്ട, അമ്മേ ഞാൻ പോയിട്ട് വരാം, സന്തോഷമായിട്ട് എന്റെ കുട്ടി ഇരിക്കണട്ടോ എന്ന് പറഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ട് പോകാറുള്ളൂ. അവനവന്റെ നാട്ടിലെ ക്ഷേത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരം. എന്താപത്ത് വന്നാലും ആദ്യം നമുക്ക് ഓടിച്ചെല്ലാൻ സാധിക്കുക നമ്മുടെ ക്ഷേത്രത്തിലാണ്. അതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ് ഓരോരുത്തരുടെയും ധർമ്മം. ഇവിടെ ഒരു ശിവക്ഷേത്രം തന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്, ഭഗവാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും തിങ്കളാഴ്ച മാത്രം വന്നിട്ട് എന്നെ കണ്ടാൽ മതി. ഭഗവാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും പ്രദോഷത്തിന് മാത്രം ഇവിടെ പോന്നോളൂ, ഞാനിവിടെ ഉണ്ടാവും. ഭഗവാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും തിരുവാതിര മാത്രമാണ് എനിക്ക് ഏറ്റവും ക്യാമ്പപ്പെട്ട ദിവസം. അച്ഛനെയും അമ്മേനെയും എന്നും ചെന്ന് കാണുന്നതാണ് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടം. തന്റെ മക്കൾ വന്ന് തന്നെ കാണുമ്പോൾ അച്ഛനമ്മയ്ക്ക് ഉണ്ടാവുന്ന സന്തോഷം. നിങ്ങളൊക്കെ അമ്മമാരാണ്, അച്ഛന്മാരായിട്ടുള്ള ആൾക്കാരുടെ, എനിക്ക് കുട്ടികളായിട്ടുള്ള എനിക്ക് ആ സന്തോഷം അറിയാൻ പോകുന്നുള്ളൂ. ഞാൻ നമ്മുടെ മക്കൾ വന്ന് നമ്മളെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷമില്ലേ? അവരൊന്നും തന്നില്ലെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് അച്ഛൻ അമ്മേ സുഖാണോ, മരുന്നെന്തെങ്കിലും വേണോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി ഉണ്ട്. ആ സംതൃപ്തി നമ്മൾ ഭഗവാൻ കൊടുക്കുക. പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക നമ്മളെ കാണുമ്പോഴാണ്. അതുകൊണ്ട് എപ്പോഴും സാധിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ വന്ന് ഭഗവാനെ തൊഴാൻ നമ്മൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് അത് ശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിനക്ക് എന്താപത്ത് വന്നാലും പെരുന്നാത്തപ്പൻ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും ഭാവിയിൽ ഡിപ്രഷനോ ലഹരിയുടെ പ്രശ്നങ്ങളോ ഒന്നും ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല. കാരണം അവർക്ക് ഉറപ്പുണ്ടാവും, എനിക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാനും എന്റെ കൂടെ എന്റെ ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് ഉണ്ടാവും. ഒരിക്കലും അവിടെ എവിടെ ഹുക്കിൽ ഷാള് കുരുക്കണം എന്ന് ആലോചിക്കില്ല. കാരണം അവർക്ക് ഉറപ്പുണ്ട്, എന്റെ കൂടെ ഇരിക്കുന്ന ഭഗവാൻ എന്നെ ഈ വിഷമത്തിൽ നിന്നും രക്ഷിക്കുന്നുള്ള ബോധ്യം അവർക്കുണ്ടാവും. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു കീർത്തനാണ് ഇവിടെ ആദ്യം വായിച്ചത്. ഏത്? ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി. ഇതിലൊരു രസകരമായിട്ടുള്ള കാര്യം, ഇന്നും ഈ പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പനെ നമുക്ക് തന്ന മമ്മിയൂരപ്പനാണെങ്കിലും പല ആളുകൾക്കും ഒരു ശങ്ക ഉണ്ട്, വിഷ്ണു ആണോ ശിവനാണോ കേമത്തരം കൂടുതൽ അല്ലെ? ശിവനാണോ വലുത് വിഷ്ണു ആണോ വലുത് എന്നുള്ള അടി ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഇന്നത് വേറൊരു രീതിയിൽ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയാൻ എനിക്ക് വലിയ വിഷമമുണ്ട്. കേരളത്തിലേക്ക് ആ ഒരു സംസ്കാരം ഇന്ന് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ ജാഗ്രതയോടുകൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണണം. ഞാൻ പൂനെയിൽ പോയ സമയത്ത് ഒരു വീട്ടില് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അപ്പൊ അവിടെ ഉള്ള ഒരു കുട്ടി, ഒരു 8 വയസ്സ് 9 വയസ്സ് പ്രായം ഉണ്ടാവുമല്ലോ. ഞാൻ ഭക്ഷണം കഴിക്കണതിന് മുമ്പായിട്ട് ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടി എന്നോട് വന്ന് പറഞ്ഞു, ഏട്ടാ യൂസ് ടു സീ യുവർ റീൽസ്, എന്റെ വീഡിയോ കാണാനുണ്ട്. ഐ ലവ് യു ടോക്കിംഗ് അബൌട്ട് ലോർഡ് കൃഷ്ണ. കൃഷ്ണനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, മോനെ സന്തോഷം, ഗുരുവായൂരപ്പൻ അനുഗ്രഹം, അത്രേ പറഞ്ഞുള്ളൂ. ഈ പറഞ്ഞ ഉടനെ കുട്ടി എന്റെ ഫോണിലേക്ക് നോക്കിയപ്പോ എന്റെ ഫോണിന്റെ വാൾപേപ്പർ ഏറ്റുമാനൂരപ്പന്റെ ഒരു ഫോട്ടോ ആയിരുന്നു. ആ സമയത്ത് കുട്ടി കൈ ചൂണ്ടിയിട്ട് ഫോൺ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഏട്ടാ ഹൂ ഇസ് ദിസ്? ഞാൻ പറഞ്ഞു, ഇതാണ് മഹാദേവൻ. ഉടനെ ആ കുട്ടിയുടെ നെറ്റി ഒന്ന്, ആ പുരേകക്കൂടി ഒന്ന് വളയണതാ കണ്ടത്. മഹാദേവൻ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടീനോട് ചോദിച്ചു, ശിവ? ആ അതെ ശിവൻ. അടുത്ത ചോദ്യം ആ കുട്ടിയുടെ വായിൽ നിന്ന് വന്ന് എന്താന്ന് പറയുന്നത്, നിങ്ങൾക്ക് വൈ യു ആർ വർഷിപ്പിംഗ് ശിവ എന്നായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിന് ശിവനെ ആരാധിക്കുന്നു എന്ന് 9 വയസ്സുള്ള ഒരു കുട്ടി എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഞാൻ ചോദിച്ചു, മോനെ എന്താണ് മഹാദേവനെ ആരാധിച്ച പ്രശ്നം? മഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ രക്ഷിതാവല്ലേ, അദ്ദേഹമല്ലേ നമുക്കുള്ളൂ. ഉടനെ ആ കുട്ടി പറഞ്ഞ വാക്ക് ഇവിടെ ഭഗവാൻ മുമ്പിൽ ഞാൻ പറയുന്നില്ല. ശിവ ഈസ് എ സംതിങ്, ഒരു ബാഡ് വേർഡ് ആണ്. എനിക്ക് 100% ഉറപ്പായിരുന്നു 8 വയസ്സ് 9 വയസ്സുള്ള കുട്ടി സ്വയം ഇത് പറയില്ല. അവനെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് അവൻ പറയുന്നത്. നിനക്കിത് ആരാണ് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഉടനെ തന്നെ, ഇത് ഞങ്ങൾക്ക് ഭാഗവതം ക്ലാസ് എടുക്കണ ഗുരുജി പറഞ്ഞെന്നാണ്. ഇവിടെ വെച്ച് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു,
മഹാദേവനെ ദ്വേഷിക്കുന്നവരുടെ പുറകെ ഗുരുവായൂരപ്പൻ ഉണ്ടാവും. ഓർത്തു വെച്ചു. മഹാദേവനെ ദ്വേഷിക്കുന്ന ഒരാളോടും ഗുരുവായൂരപ്പൻ ക്ഷമിക്കില്ല. തിരിച്ചും നിങ്ങള് വിഷ്ണു ഭക്തി ഇങ്ങോട്ട് കൂടി 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 വിഷ്ണുവിനെ അങ്ങോട്ട് സന്തോഷിപ്പിക്കാന്ന് കരുതി ശിവനെ താഴ്ത്തിയാൽ അത് ആത്യന്തികമായിട്ട് ഏറ്റവും കൂടുതൽ ക്രോധം ഉണ്ടാക്കുക വിഷ്ണുവിന് തന്നെയാണ്. തിരിച്ചും. കാരണം ഇതിന് രണ്ടിനെയും രണ്ടായിട്ട് കാണാതെ ഒന്നായി കാണാൻ പഠിപ്പിച്ച ഒരു മഹാത്മാവ് ജനിച്ച സ്ഥലം കൂടിയാണ് എറണാകുളം ജില്ല, ശങ്കര ഭഗവത്പാദം. അദ്ദേഹമാണ് നമ്മളെ പഠിപ്പിച്ചത് ശിവനും വിഷ്ണുവും ഒന്നാണ്. നിങ്ങൾ എത്ര പേര് തമിഴില് പൊന്നിയൻ സെൽവൻ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മണിരത്നം സംവിധാനം ചെയ്ത. അതില് തമിഴില് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സൂര്യ, അദ്ദേഹത്തിന്റെ അനുജൻ കാർത്തി ഒരു പ്രത്യേക ഭാഗത്ത് ശിവനും വിഷ്ണു ആണോ വലുതെന്ന് പറഞ്ഞ് തല്ലുകൂടുന്ന രണ്ടുപേരെ പിടിച്ചു മാറ്റിയിട്ട് ഒരു പ്രോവർബ്, ഒരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട് തമിഴിലെ. ഏതറിയൂ? ഹരിയും ഹരനും ഉണ്ട്, അത് തെരിയാതവൻ വായിലെ മണ്ണ്. അർത്ഥം ഞാൻ വ്യാഖ്യാനിക്കണ്ടല്ലോ. ശിവനും വിഷ്ണു ഒന്നാണ്, അത് രണ്ടാണെന്ന് കരുതുന്നവരുടെ വായിൽ മണ്ണാണെന്ന് അയാൾ പറഞ്ഞത്. എപ്പോഴാ വായിൽ മണ്ണ് വെച്ചാ? കുഴി കിടക്കുമ്പോ ആൾക്കാര് എത്തിടും. ശിവനെയും വിഷ്ണുവിനെയും രണ്ടായിട്ട് കാണുന്നവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള മെന്റാലിറ്റി ഉള്ളവനാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരു കാരണവശാലും ശിവനെയും വിഷ്ണുവിനെയും ഭേദഭാവത്തോടുകൂടി കാണാതിരിക്കുക. ഈ പാട്ട് ഇപ്പൊ വൈഷ്ണവ് വായിച്ചല്ലോ. ഈ പാട്ടിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ ആ വരി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കണു. ഖൊരലരി ഭസ്മ രുദ്രാക്ഷ ധരിസിത പരമ വൈഷ്ണവനു നീനെ എന്നാണ് ഒരു ഭാഗത്ത് പറയുന്നത്. അടുത്ത വരിയില് ഗരുഡ ഗമന നമ്മ പുരന്ധര വിട്ടലന പ്രാണപ്രിയനു നീനെ എന്നാണ് ആ പാട്ട്. നിങ്ങൾ കേട്ടുക. ഒന്നാമത്തെ സ്റ്റാൻസിൽ പറഞ്ഞത് ഖൊരലരി ഭസ്മ രുദ്രാക്ഷ ധരിസിത പരമ വൈഷ്ണവനു നീനെ എന്നാണ്. വൈഷ്ണവന് സാധാരണ രുദ്രാക്ഷം ഉപയോഗിക്കില്ല, തുളസിമാലയ്ക്ക് ഉപയോഗിക്കുക. വൈഷ്ണവന് സാധാരണ ഭസ്മം ഉപയോഗിക്കില്ല, കളഭവും ചന്ദ്രമാണ് ഉപയോഗിക്കുക. ലോകത്തിൽ ഒരു വൈഷ്ണവൻ മാത്രമേ രുദ്രാക്ഷം അണിഞ്ഞിട്ടുള്ളൂ. ലോകത്തിൽ ഒരു വൈഷ്ണവൻ മാത്രമേ ഭസ്മം ധരിച്ചിട്ടുള്ളൂ. അവനാണ് പരമനായിട്ടുള്ള വൈഷ്ണവൻ. അത് അങ്ങാണ് മഹാദേവ എന്ന ആ പാട്ടിന്റെ അർത്ഥം. ആ പാട്ട് കേൾക്കുമ്പോൾ ചിന്തിക്കണം, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വിഷ്ണു ഭക്തൻ മഹാദേവനാണ്. തിരിച്ചും കഴിഞ്ഞിട്ടില്ല. അടുത്ത വരിയിൽ ഗരുഡ ഗമന നമ്മ പുരന്ധര വിട്ടലന പ്രാണപ്രിയനു നീനെ എന്നാണ്. ഗരുഡന്റെ പുറത്തേറി സഞ്ചരിക്കുന്ന ആ മഹാവിഷ്ണുവിന്റെ പ്രാണപ്രിയനായിരിക്കുന്നതും അങ്ങാണ് ഭഗവാനെ. ആ ഭഗവാനെയാണ് നിങ്ങൾ അകത്ത് പോയി തൊഴുന്നത്. നിങ്ങൾക്ക് ഗുരുവായൂർ ഡെയിലി പോയി തൊഴാൻ പറ്റില്ലെങ്കിൽ, എറണാകുളത്തപ്പനെ ഡെയിലി പോയി തൊഴാൻ പറ്റില്ലെങ്കിൽ എന്തിനു വിഷമിക്കണു? ഇവിടെ വന്ന് പെരുന്നാളത്തപ്പനെ തൊഴുക. അദ്ദേഹത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഭേദഭാവം തോന്നില്ല. ശിവനെയും വിഷ്ണുവിനെയും രണ്ടായി കാണാൻ ജീവിതത്തിൽ സാധിക്കില്ല. രണ്ട്, ഒരു കാരണവശാലും ദയവായി അദ്ദേഹത്തെ ഭയക്കാതിരിക്കുക. ഇന്ന് ശിവനെ എല്ലാവരും സ്നേഹിക്കുകയാണോ ചെയ്യുന്നത്, ബഹുമാനിക്കുകയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരും ഭഗവാനെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹിക്കുന്ന കാറ്റഗറി രണ്ടാമത്തേക്ക് മാറി. പല ആൾക്കാരും പറഞ്ഞും പേടിപ്പിച്ചും നമ്മളെ വെച്ചിരിക്കുകയാണ്. ഭഗവാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കണ്ണു തുറക്കും, കത്തിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ശൂലെടുത്തറിയും. ഭഗവാനെ വിളിക്കുക തന്നെ ക്ഷിപ്രകോപി അല്ലെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരുന്ന ആള്. അതുകൊണ്ട് ഗുരുവായൂരപ്പനോട് നിങ്ങൾ കാണിക്കേണ്ട ലൈസൻസ് നിങ്ങൾ ആരോട് കാണിക്കണില്ല? അത് പാടില്ല. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് നടക്കാം, കൊഞ്ചിക്കാം, വെണ്ണ കൊടുക്കാം. മഹാദേവൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടുള്ള ഭക്തിയുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിൽ ഒറ്റൊരു ഭാഗം പറഞ്ഞ് മാത്രം ഞാൻ അവസാനിപ്പിക്കാം. വൈഷ്ണവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വായിക്കും. എത്ര പേര് ശ്രീകാളഹസ്തിയിൽ പോയിട്ടുണ്ട്? യെസ്. ശ്രീകാളഹസ്തിയിൽ ഇരിക്കുന്ന വായുലിംഗം അല്ലെ, ഭഗവാന്റെ വായുലിംഗമാണ് ശ്രീകാളഹസ്തിയിലുള്ളത്. അതിന്റെ ആ ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം, ശ്രീ എന്നുള്ള ശബ്ദം കൊണ്ട് ഒരു എട്ടുകാലി, കാല എന്നുള്ള ശബ്ദം കൊണ്ട് ഒരു പാമ്പ്, ഹസ്തി എന്നുള്ള ശബ്ദം കൊണ്ട് ആന. ഇവര് മൂന്ന് പേരാണ് അമ്പലം ഉണ്ടാക്കിയത്. പക്ഷെ ആ അമ്പലത്തിന്റെ കേൾവി പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചത് ഒരു വേടനാണ്, ഒരു കാട്ടാളനാണ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ണപ്പൻ തൊളികളെ. അദ്ദേഹം ഈ ശിവലിംഗത്തിനോട് അത്യധികം പ്രേമം തോന്നിയിട്ട് ആ ശിവലിംഗത്തെ പൂജിച്ചതിനെ കുറിച്ച് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ധാര കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയ പാത്രത്തിൽ ഓട്ട വന്ന് വെള്ളം മുഴുവൻ ചോർന്നു പോയപ്പോ, കയ്യിൽ വെള്ളം കോരി ഒഴിക്കാൻ വേണ്ടി ഓടിപ്പോയി വെള്ളം മുഴുവൻ ചോർന്നു പോയപ്പോ വായിൽ നിറയെ വെള്ളം എടുത്തിട്ട് ശിവലിംഗത്തിലേക്ക് നീട്ടി തുപ്പി, ഭഗവാനെ എന്റെ ധാര അങ്ങ് സ്വീകരിക്കണേ എന്ന് നിഷ്കളങ്കമായിട്ട് പറഞ്ഞ കണ്ണപ്പൻ. ഏത് ശിവൻ കത്തിച്ചു മൂപ്പരെ? എവിടെയെങ്കിലും ഭഗവാൻ വന്ന് ഉണ്ടോ?
അദ്ദേഹം വേട്ടയാടി കൊണ്ടുവന്ന മാംസം ഭഗവാന് നേദിച്ചു. അദ്ദേഹം വേറൊന്നും കൊടുക്കാണ്ടായിരുന്നില്ല, പാൽപ്പായസം കൊടുക്കാണ്ടായിരുന്നില്ല. ഭഗവാൻ ഹാപ്പി ആയിട്ട് കഴിച്ചു. ഒരു പുഷ്പാഞ്ജലിയും കഴിക്കാൻ അറിയില്ലായിരുന്നു. പുറകിലെ പിടിച്ച് മരം പിടിച്ച് കുലുക്കി, കുറെ കൂളത്തിലെ വീണു. ഭഗവാനെ ഇത് അങ്ങേക്കുള്ള പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞു. ഭഗവാൻ എവിടെയാണ് ഒരു ഭേദഭാവം കാണിച്ചത്? നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഒരു ദിവസം വന്ന സമയത്ത് ഒരു കണ്ണിൽ നിന്ന് ചോര വന്നു. കണ്ണപ്പൻ പറഞ്ഞു, നിനക്കില്ലാത്ത കണ്ണ് എനിക്ക് എന്തിനാണ് ശിവനെ എന്ന് പറഞ്ഞ് സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിച്ച് എടുത്തു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ കണ്ണിന്നും ചോര വന്നു. കണ്ണപ്പൻ ചിരിക്കത്ര ചെയ്തു, നീ എന്റെ കൂടെ കളിക്കുകയാണോ ശിവനെ? രണ്ടാമത്തെ കണ്ണ് വേണമെങ്കിൽ ചോദിച്ചാൽ പോരെ? ഇങ്ങനെ തമാശ കളിക്കണമെന്ന് കരുതി രണ്ടാമത്തെ കണ്ണും കുത്തിപ്പൊട്ടിക്കാൻ പോയ സമയത്ത് കൈ പുറകിലേക്ക് വലിച്ചു. അത് കണ്ണ് കൊടുക്കാൻ മടിയുണ്ടായിട്ടല്ല. ഈ കണ്ണും പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ണെടുത്ത് നിനക്ക് എവിടെ ഫിറ്റ് തരും? ഇതിന്റെ സ്ഥാനം പറയണല്ലോ, മൂക്കിന്റെ അവിടെ കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അടയാളം പിടിക്കുന്നുണ്ട് ശിവനെ എന്ന് പറഞ്ഞ് ഇടത്തെ കാല് പൊക്കിയിട്ട് ഇടത്തെ കാലില് തള്ളവിരല് കണ്ണിന്റെ മുകളിൽ ചവിട്ടി പിടിച്ചു കണ്ണപ്പൻ. എന്നിട്ട് സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് ആ അടയാളം പിടിച്ച കണ്ണ് കാലിന്റെ ഭാഗത്ത് കൊണ്ടുവച്ചു. ശിവലിംഗത്തിൽ ചവിട്ടി കണ്ണപ്പൻ. ഏത് ശിവൻ മൂന്നാമത്തെ കണ്ണ് തുറന്ന് കത്തിച്ചു? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞേ, മോനെ നിന്നെ പോലൊരു ഭക്തനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. അതാണ് ശിവൻ. ആരെങ്കിലും നിങ്ങളെ ഭഗവാനെ ഭയക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോ കാശ് കൊടുത്ത് വിടുക. എന്റെ അച്ഛനെ ഞാൻ എന്തിനു ഭയക്കണം എന്ന് തിരിച്ചവരോട് ചോദിക്കുക. അച്ഛൻ ശിക്ഷിക്കും, അച്ഛൻ നശിപ്പിക്കില്ല, അത്രേ ഉള്ളൂ. അമ്മ ശിക്ഷിക്കും, അമ്മ നശിപ്പിക്കില്ല. നമ്മുടെ ഒരു ഈശ്വരന്മാരും നമ്മളെ നശിപ്പിക്കില്ല. നമ്മളെപ്പോഴും സംരക്ഷിക്കുന്നവരാണ് അവർ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്, ഈ താറാക്കൂട്ടങ്ങളെ കൊണ്ടുവരും. അപ്പൊ ഈ താറാക്കൂട്ടങ്ങൾ ഒരു ലൈനിൽ ഇങ്ങനെ പോകുമ്പോ ചില താറാവുകൾ അവർക്കൊരു ക്രൈസാണ്, കുറച്ച് അങ്ങോട്ട് പോവാം കരുതിയിട്ട് കുറച്ച് അങ്ങോട്ട് പോകും. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു വലിയ വടി കൊണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ 2 തട്ട് കൊടുക്കും. അപ്പൊ അത് വീണ്ടും ഈ കൂട്ടത്തിന്റെ ഇടയിൽ തന്നെ വരും. ഈ തട്ട് കിട്ടിയില്ലെങ്കിൽ വണ്ടി കയറി ചാവും താറാവും. ഈ തട്ടാണ് ഭഗവാൻ ഇടയ്ക്ക് നമുക്ക് ഓരോ തരുന്നത്. നല്ലതാണത്. കാരണം ഹീസ് കൺസേൺഡ് അബൌട്ട് യു. സന്തോഷിക്കുക. നമ്മളെ കുറിച്ച് ആര് കൺസേൺഡ് ആണ്? ഭഗവാൻ കൺസേൺഡ് ആണ്. നിന്റെ കുട്ടി വഴിതെറ്റി പോവരുത് എന്ന് ഭഗവാൻ തോന്നലുള്ളത് കൊണ്ട് ഭഗവാൻ നമ്മളെ അടിച്ചു. ഭഗവാനോട് നന്ദി പറയുക. എന്നെ തിരുത്താൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഭഗവാനെ എന്ന് പറയാം. അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ നിരവധി ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ട്. എങ്കിലും കേരളത്തിന്റെ മുഴുവൻ ശിവക്ഷേത്രങ്ങളുടെ ഒരു പാരമ്പര്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ഉത്സവം ഇല്ലാണ്ട്, എന്നാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഉത്സവം നടത്തുന്ന ഭഗവാനായി, വടക്കുന്നാഥനായിട്ട് ഭഗവാൻ തൃശ്ശിവപ്പേരൂരിൽ, പേരിൽ തന്നെ ഭഗവാന്റെ ആ പേരുള്ള സ്ഥലമാണ്. ആ തൃശ്ശിവപ്പേരൂരിൽ ഇരിക്കുന്ന ഭഗവാൻ, കിരാതമൂർത്തിയായിട്ടുള്ള ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന് മുഴുവൻ അച്ഛന്റെ സ്ഥാനം മഹാദേവൻ അലങ്കരിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകൻ ഉദയനാപുരത്തപ്പനെ കാത്തു നിൽക്കുന്ന വൈക്കത്തപ്പൻ അല്ലെ? അന്നദാന പ്രഭുവായിട്ടുള്ള പെരുന്നാളത്തപ്പൻ തന്നെ ആയിട്ടുള്ള വൈക്കത്തപ്പൻ. ഞാൻ പറഞ്ഞിരുന്നു, ഭഗവാനെ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നില്ല. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഒരു ഭസ്മത്തിന്റെ ഗന്ധമായിട്ടും എവിടെന്നെങ്കിലുമൊക്കെ ഒരു പഞ്ചാക്ഷരത്തിന്റെ നാദായിട്ടൊക്കെ ഭഗവാൻ സ്ഥിരം ഞാൻ കൂടെ ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ സാക്ഷാൽ മുരുകൻ. നോക്കൂ, ഭഗവാന് ഈ ശിവൻ എന്ന് വിളിക്കപ്പെടുന്ന ചൈതന്യത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ഷിപ്രകോപിയാക്കുന്ന സമയത്ത് നമ്മൾ ആത്യന്തികമായിട്ട് ഭഗവാൻ ഒരു ഈഗോ ചാർത്തി കൊടുക്കുക ചെയ്യുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈഗോ ലെവലേശമില്ലാത്തൊരു ചൈതന്യമാണ് ശിവൻ. നിങ്ങളൊക്കെ മറ്റേ പ്രശസ്തമായിട്ടുള്ള സിനിമാ ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ വൈരാഗിയാണ്, എന്നെ ആരാധിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ആരാധിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എന്റെ നാമം നിങ്ങൾ ജപിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ജപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നവനാണ്, വൈരാഗിയാണ്. അങ്ങനെയുള്ള ഭഗവാന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മകൻ ഉദയനാപുരത്തപ്പൻ. ശിവൻ പ്രപഞ്ചത്തിന് മുഴുവൻ നാഥനാണ്, മഹാദേവനാണ്, പരബ്രഹ്മാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ മഹാദേവനിലെ അച്ഛനെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക അദ്ദേഹം മുരുകന്റെ കൂടെ ഇരിക്കുന്ന സമയത്താണ്. മുരുകന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഭാവമാണ് സ്വാമിനാഥൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബ്രഹ്മാവിന് ഓംകാരത്തിന്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞപ്പോ
ബ്രഹ്മാവിനെ തടവിലാക്കിയ ഭഗവാൻ തന്റെ അച്ഛനോട് താൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുകയും, അച്ഛൻ ഉണ്ണി, ബ്രഹ്മാവ് ഉത്തരം പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ തനിക്ക് അതിന്റെ അർത്ഥം അറിയണ്ടേ, തനിക്ക് അറിയൂന്ന് ചോദിക്കുമ്പോൾ വളരെയധികം കോൺഫിഡൻസോട് കൂടി എനിക്ക് അറിയാം അച്ഛ എന്ന് പറയുകയും, ഞാനത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ അച്ഛൻ എന്റെ മുമ്പിൽ ശിഷ്യനായിട്ടും ഞാൻ അച്ഛന്റെ ഗുരുനാഥനായിട്ടും ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ വലത്തെ ചുമലിൽ ഇരുന്നുകൊണ്ട് ചെവിയിൽ ഓംകാരത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത മുരുകൻ. ഒന്ന് വൈക്കത്തഷ്ടമി സമയത്ത് ഭഗവാൻ ഈ യുദ്ധത്തിന്റെ തന്റെ മകൻ യുദ്ധത്തിൽ ജയിച്ചു വരാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഉപവാസമാണ് ശിവൻ അനുഷ്ഠിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ ഉദയനാപുരത്തപ്പനെ ഭഗവാൻ പോയി സ്വീകരിക്കുന്നതും അവർ ഒരുമിച്ചുള്ള അല്പസമയത്ത് ഒരു ചർച്ചയും സന്തോഷവും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉദയനാപുരത്തപ്പൻ തിരിച്ച് വീണ്ടും വൈക്കത്തുനിന്ന് പോകുന്ന ഒരു കാഴ്ച ഉണ്ട്. എത്ര പേരത് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല. പ്രപഞ്ചം മുഴുവൻ കരയുന്നത് നിങ്ങൾക്ക് കാണാം പോയി കഴിഞ്ഞാൽ. പ്രപഞ്ചം മുഴുവൻ കൂടി നിൽക്കുന്ന ആൾക്കാർ കരയുന്നു, ആനകൾ കരയുന്നു, തിടമ്പടിച്ചിട്ടുള്ള ആൾക്കാർ കരയുന്നു, കോലത്തിന് അലങ്കാരമായിട്ട് നിൽക്കുന്ന ആൾക്കാർ കരയുന്നു, വാദ്യക്കാർ കരയുന്നു, നാദസ്വരമാണ് വായിക്കുക. ദുഃഖഖണ്ഡാരി എന്ന് പറഞ്ഞ രാഗം വായിക്കുന്ന സമയത്ത് നാദസ്വരത്തിന്റെ തൊണ്ട പോലും ഇടറുന്നു. ഒരു അച്ഛനും മകനും തമ്മിൽ പിരിയുന്ന ഒരു രംഗം. പ്രപഞ്ചത്തിന്റെ മുഴുവൻ പിതാവാണ് ഭഗവാനെങ്കിലും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകൻ ഇനി അടുത്ത വർഷേ തന്നെ കാണാൻ വരുള്ളൂ എന്നറിയണ സമയത്ത് ആ മഹാദേവന്റെ ഉള്ളിലുണ്ടാവുന്ന വികാരങ്ങളെ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരെയൊക്കെ നിങ്ങൾ സാധാരണ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരായിട്ട് കാണും, ശിവനെയും വിഷ്ണുവിനെയും ഭഗവതിയൊക്കെ. അപ്പോഴവരനുഭവിക്കുന്ന സന്തോഷം നമുക്ക് അനുഭവിക്കാനും അവരനുഭവിക്കുന്ന സങ്കടം നമുക്ക് അനുഭവിക്കാനും സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ആ ഭഗവാൻ തന്റെ അച്ഛന്റെ തനി സ്വഭാവം, അങ്ങനെയുള്ളൊരു മകൻ ഉണ്ടെങ്കിൽ അത് മുരുകനാണ്. പിന്നെ ഒരാളെ കുറിച്ച് ഞാൻ അടുത്തത് പറയാം. അച്ഛന്റെ തനി സ്വഭാവമുള്ള രണ്ടു പേരാണ് മക്കളായിട്ട് ഇടയുള്ളത്. ഒരാൾ മുരുകൻ, ഒരാൾ നമ്മുടെ സ്വന്തം സാക്ഷാൽ ശ്രീധർമ്മശാസ്താവായിട്ടുള്ള അയ്യപ്പസ്വാമി. രണ്ടുപേർക്കും ഞാൻ ഇപ്പോഴേ പറയാം, ഷോർട്ട് കട്ടുകളില്ല. ഷോർട്ട് കട്ട് അറിയുന്നുണ്ടെങ്കിൽ ഭഗവാന് ഈ ജ്ഞാനപ്പഴം കിട്ടാൻ ഭഗവാൻ അറിയാത്തതല്ല. അച്ഛനെ അമ്മേനെയും 3 തവണ ചുറ്റിയാൽ മതി. ഭഗവാൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോയി, തിരിച്ചു വന്നപ്പോഴേക്കും കഴിഞ്ഞു. ഭഗവാന്റെ മൈൻഡ് ഇന്നസെന്റ് ആണ്, വളരെ നിഷ്കളങ്കനാണ് മുരുകൻ. നേരെ വാ നേരെ പോ. ആ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്കും ഈ ഭഗവാന്റെ സാക്ഷാൽ മഹാദേവന്റെ പ്രീതിയും ആത്യന്തികമായിട്ട് ഉണ്ടാവുന്നതാണ്. ശിവൻ ശിവനാക്കി തീർക്കും തന്റെ ഭക്തരെ എന്ന് പറയാറുണ്ട്. അതുപോലെ കയറി വരുന്ന ഓരോരുത്തരോടും നിങ്ങളിലുള്ള എന്നെ തിരിച്ചറിയൂ എന്ന് പറയുന്ന 2 പേരെ നമുക്കുള്ളൂ. എല്ലാരും ഇതാ പറയണേ, എങ്കിലും പ്രത്യക്ഷത്തിൽ നമ്മൾ അയാളെ കാണാൻ പോണ സമയത്ത് നിങ്ങളിലുള്ള എന്നെ നിങ്ങൾ തിരിച്ചറിയൂ എന്ന് പറയുന്ന 2 മക്കളാണ് പെരുന്നാളത്തപ്പനുള്ളത്. ഒന്ന് സ്വാമി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തത്വമസി, നമുക്ക് അതിനെ കുറിച്ച് പറയാൻ ചെയ്യാം. രണ്ടാമത്തെ ആള് മുരുകനാ. എന്താ ഭഗവാൻ പറയണേ? കേറി വരുന്ന ആളുകളോടൊക്കെ പണ്ട് പഴം കിട്ടാതെ കുന്നിന്റെ പുറത്ത് കയറി നിന്ന സമയത്ത് സാക്ഷാൽ ജഗദംബിക വന്ന് പറയുന്നുണ്ട്, മോനെ, ഒരു പഴം കിട്ടാത്തതിന്റെ പേരിലൊക്കെ നീ പിണങ്ങി വന്നാലോ. ഞാൻ പൂനെ പോയ സമയത്ത് ഉണ്ടായ ഒരു രസകരമായിട്ടുള്ള സംഭവം നിങ്ങളോട് പറയാം. മുത്തശ്ശി, അവിടെ ഒരു ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന മുത്തശ്ശി എന്നെ കാണാൻ വന്നിട്ട് ചോദിച്ചു, വ്യാസനെ ഗുരുവായൂരപ്പൻ എന്താ കഴിക്കുക ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗുരുവായൂരത്തെ നേദ്യം രാവിലെ ഇങ്ങനെ നെയ്പായസം മലർന്ന നേദ്യം, പന്തീരടിക്ക് ഉച്ചപൂജയ്ക്കും പാൽപ്പായസവും പാലടയും ഊണ് കഴിക്കും, രാത്രി അപ്പാട ഇത്യാദി. മുത്തശ്ശി ചോദിച്ചിങ്ങനെ ആത്മകഥം പോലെ പറഞ്ഞു, ദിവസം എന്തൊക്കെ തന്നെ കഴിച്ച ഒരാൾക്ക് മടുക്കില്ലേ? രാവിലെ എണീറ്റ് ഉടനെ പായസം കൊടുക്കുക, മടുക്കില്ലേ? ഞാൻ ചോദിച്ചു, ഇതിപ്പോ അമ്മ എന്നേക്ക് അത്ര അറിവുള്ള ആളാണ്, അത്രയധികം നാരായണനാമം ഉപാസിക്കുന്ന ആളാണ്. മുത്തശ്ശിയൊക്കെ പറയുമ്പോൾ ഞാൻ ആ മടുക്കും അമ്മേ എന്ന് പറഞ്ഞു. അടുത്ത വഴിക്ക് പറഞ്ഞു, ഇന്ന് ഞാൻ മാഗി കൊടുത്തിട്ടുണ്ട്, ഫ്ലേവറൊക്കെ പറഞ്ഞു, സെഷ്വാനാ കൊടുത്തത്, ഞാൻ മാറ്റുന്നുണ്ട് വരും. എന്റെ കൃഷ്ണന് മടുപ്പില്ല. അതുപോലെ ആ പഴം കിട്ടാതെ പോയി നിന്ന ഉണ്ണിയോട്, മോനെ, വെറും ഒരു പഴത്തിന്റെ പേരിൽ നീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നോ? യഥാർത്ഥത്തിലുള്ള പഴം നീ തന്നെയല്ലേ എന്നത്ര ചോദിച്ചത്. പഴം നീ തന്നെയല്ലേ എന്ന് ചോദിച്ചത് കൊണ്ട് ആ സ്ഥലത്തിന് പഴനി എന്ന് പേര് വന്നു. കേറി വരുന്ന ആൾക്കാരോടൊക്കെ മുരുകൻ പറയുന്നതും, നിങ്ങൾ ഏത് പഴമാണോ തേടി വരുന്നത് ആ പഴം
നമ്മൾ ഓരോരുത്തരും തന്നെയാണ് എന്ന് തിരിച്ചറിയുക. സ്വാമി അത് ഉപനിഷത്ത് വാക്യായിട്ടുള്ള തത്വമസി എന്ന ഭാഷയിൽ പറഞ്ഞു. സ്വാമിയുടെ സഹോദരൻ അത് സിമ്പിൾ തമിഴില് പഴനി എന്ന പേര് കൊണ്ട് പറഞ്ഞു. കേരളത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം പാണ്ഡ്യേശ വംശ തിലകം കേരളയെ കേളി വിഗ്രഹം എന്നാണ്. പാണ്ഡ്യന്റെ മകനായിട്ട് ജനിക്കുകയും കേരളത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ സ്വന്തം കുട്ടിയായിട്ട് ഇന്നും അയ്യപ്പ എന്ന് ഒരു തവണ വിളിക്കുമ്പോ ഓടി വന്ന്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 5 വയസ്സുള്ള അല്ലെങ്കിൽ 10 വയസ്സുള്ള ഒരു പെൺകുട്ടി മുതൽ 99 വയസ്സുള്ള ഒരു മുത്തശ്ശിയെ വരെ അമ്മയായിട്ട് കാണുന്ന ഒരു ചൈതന്യം പ്രപഞ്ചത്തിനുണ്ടെങ്കിൽ അത് സ്വാമിയാണ്. അമ്മമാരോട് ഇത്രയധികം ബഹുമാനമുള്ള ഒരു ചൈതന്യം സ്വാമിയെ പോലെ വേറെ ഇല്ല എന്നാ പറയുക. പണ്ടൊക്കെ ഭഗവാൻ കാനനവാസനായിട്ടുള്ള ഭഗവാന്റെ ആ സന്നിധാനത്തിലേക്ക് കാണാൻ പോകുന്ന ഭക്തര് അവര് കെട്ടിനിറച്ച് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ നിലവിളക്ക് കത്തിച്ചു വെച്ച്, കെടാവിളക്ക് കത്തിച്ചു വെച്ച് ഭഗവാനെ വിളിക്കത്രേ, ഭഗവാനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ആണുങ്ങള് ഭഗവാനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്, അവരെ കാത്തോളേന്ന്. ഇന്നത്തെ പോലെ ട്രാവലറിൽ AC ഓൺ ചെയ്തിട്ട് പമ്പാ ഗണപതി വെച്ച് നമ്മളങ്ങോട്ട് പോവല്ല ആ കാലത്ത് ഉണ്ടായിരുന്നതില്ലോ. ഞാൻ പറയാത്ത, ഞാൻ ആ കാലത്ത് ജീവിക്കുന്ന ആളാണ്. ആ കാലത്തിന് അപ്പുറത്ത് ജീവിച്ചിരുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. ആ ശബരിമലയെ കണ്ട ആളുകൾ. ആ സമയത്ത് ഭഗവാനെ കാണാൻ പോകുന്ന ആളുകൾ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാവും, വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവും, ദേഹാസ്വസ്ഥ്യം മൂലം പ്രാണം പോവും. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് സന്നിധാനത്തെത്തി ആ അറിവിന്റെ 18 പടികളെ താണ്ടി ഭഗവാനെ കാണുന്ന സമയത്ത് ഭഗവാൻ തന്നെ കാണാൻ വന്നൊരു ഭക്തനോട് മനസ്സിൽ തോന്നിക്കത്രേ, സ്വാമി ഇവിടെ വരെ എത്തിയത് സ്വാമി എടുത്തിട്ടുള്ള വ്രതം കൊണ്ടും എന്റെ അനുഗ്രഹം കൊണ്ടും മാത്രമല്ല, സ്വാമിയുടെ വീട്ടിലിരുന്ന് കുറച്ച് പെണ്ണുങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അവരുടെ പ്രാർത്ഥന കൂടി ഞാൻ കേട്ടതുകൊണ്ടാണ്. അതാണ് ഭഗവാൻ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ഥാനം. നിങ്ങളെ കാണാൻ ഭഗവാൻ ഇങ്ങോട്ട് വരുന്നു മലയിൽ നിന്ന്. നമ്മുടെ നാട്ടിലുള്ള ഓരോ ശാസ്താക്ഷേത്രങ്ങളും നിങ്ങളെ കാണാൻ വേണ്ടി ഭഗവാൻ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ഒരു കാരണവശാലും നിങ്ങൾ പറയരുത് ഞങ്ങളെ സ്വാമിക്ക് ഇഷ്ടമല്ല. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ ഇവിടുന്ന് വലിയ ദൂരമില്ല, പന്തളത്തേക്ക് പോവുക. പന്തളത്തിൽ പോയിട്ട് അവിടെയുള്ള പന്തളം താവഴിയിൽപ്പെട്ട തമ്പുരാട്ടിമാരോട് പറയാ, നിങ്ങളുടെ അയ്യപ്പസ്വാമി എന്തൊരു മനുഷ്യനാണ്, ഞങ്ങൾക്കൊക്കെ ഈ 10 വയസ്സിന് താഴെ 50 വയസ്സിന് മുകളിലും പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പണ്ട് പോയത് ഓർമ്മയില്ല, ഇനി പോകാൻ പറ്റുമെന്ന് അറിയൂല. ഞങ്ങളോടൊക്കെ ഇങ്ങനെ ഒരു ക്രൂരത എന്തിനാ അദ്ദേഹം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങളെ നമസ്കരിക്കും. എന്നിട്ട് പറയും, അമ്മയ്ക്ക് 10 വയസ്സിന് മുമ്പ് 50 വയസ്സിന് ശേഷമെങ്കിലും പോവാലോ, ഈ കുടുംബത്തിൽ വന്ന് ജനിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ആ സന്നിധാനത്ത് ഒരു തവണ പോലും ആ പ്രായത്തിന് മുമ്പും ശേഷം പോലും പോകാൻ സാധിക്കില്ല എന്നാണ്. പന്തളം രാജകുടുംബത്തിന് താവഴിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് പ്രവേശനമില്ല. എന്നാ ഭഗവാൻ നെപ്പോട്ടിസം കാണിക്കണ്ടേ, എന്റെ ആൾക്കാർ വന്നോട്ടെ, ബാക്കിയുള്ളവർ പോണ്ട, ആ ഏർപ്പാടുണ്ടോ? എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വാമി എന്ന് വിളിക്കുന്നത്. സമമായിട്ട് കാണുന്നവൻ കൂടിയാണ് സ്വാമി. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈഷ്ണവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വായിക്കും. ഭഗവാന്റെ ആരാണ് ഈ മാളികപ്പുറത്തമ്മ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട് പലപ്പോഴും. ഈ വൃശ്ചികമാസക്കാലത്ത് ഒരു പ്രഭാഷണം കഴിഞ്ഞ സമയത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു പെൺകുട്ടി, അവള് ഗുരുവായൂരപ്പന്റെ പരമഭക്തിയാണെന്ന് എനിക്കറിയാം. ആ കുട്ടി വളരെ ന്യായമായിട്ടുള്ള സംശയം ചോദിച്ചു, അയ്യപ്പസ്വാമി ത്രികാലജ്ഞാനി അല്ലേ ഏട്ടാ? ഓഫ് കോഴ്സ്, ഭഗവാൻ പരബ്രഹ്മാണ് മോളെ, ത്രികാലജ്ഞാനിയാണ്. ഉത്തരം. ഉടനെ അടുത്ത ചോദ്യം, അങ്ങനെ ത്രികാലജ്ഞാനിയായിട്ടുള്ള ഭഗവാന് വർത്തമാനം അറിയാമായിരിക്കുമല്ലോ, ഭൂതം അറിയാമായിരിക്കുമല്ലോ, ഭാവി അറിയാമായിരിക്കുമല്ലോ? ഉറപ്പായിട്ടും അറിയാം. വീണ്ടും ചോദ്യം, അങ്ങനെയുള്ള ഭഗവാൻ എന്തിനാണ് ഏട്ടാ നടക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തത്, ആരും വരാത്ത കാലത്ത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം? അല്ലെ? കന്യയ്യപ്പന്മാര് വന്ന് എന്നെ കാണാൻ വരാത്ത കാലത്ത് ഞാൻ നിന്നെ വേലി കഴിച്ചോളാം. പിന്നെ കഴിഞ്ഞില്ല, പിന്നെ നമ്മൾ അതിനെ അങ്ങോട്ട് വിപുലീകരിക്കുകയാണ്. പിന്നെയുള്ള കഥകൾ വരുന്നത് മകരവിളക്ക് കാലത്ത് അവസാന ദിവസം മാളികപ്പുറത്തുന്ന ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നു, വാദ്യഘോഷമൊക്കെ ആയിട്ട്. അവിടെ നിന്ന് നോക്കുകയാണ് ഭഗവതി. അപ്പൊ അതാ കാണുന്നു ശരക്കോരുകൾ നിറഞ്ഞ ശരംകുത്തി. ഈ വർഷവും എന്റെ വിവാഹം നടക്കില്ല എന്ന് മനസ്സിലായ ഭഗവതി
ഈ വാദ്യമേളങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് വളരെ ശോകമുഖമായി തിരിച്ചു പോകുന്നു. ഈ കഥയെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കേട്ട ആൾക്കാരുണ്ടാവും. ഈ പെരുന്നിനാകുളത്തുനിന്ന് ഒരു കന്നിസ്വാമി മാളികപ്പുറത്തമ്മയെ കാണാൻ പോയിട്ട് എന്റെ അമ്മ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ എന്ത് മെന്റാലിറ്റിയിൽ ആ ഭഗവതി ആ വന്ന ആളെ കാണേണ്ടത്? നീ ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ. എവിടെന്നാണ് ഇങ്ങനെയുള്ള ആളുകൾ പ്രചരിപ്പിച്ച കഥകൾ വിശ്വസിച്ച് നമ്മൾ പലരുടെയും വാക്കുകൾ കേട്ട് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കഥകൾ വിശ്വസിച്ചിരിക്കുന്നത്? അയ്യപ്പസ്വാമിയുടെ കാമുകി സ്ഥാനമുള്ള ദേവതയാണോ മാളികപ്പുറത്തമ്മ? അയ്യപ്പസ്വാമി നമസ്കരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അമ്മയുടെ സ്ഥാനത്തുള്ള ദേവതയാണ് മാളികപ്പുറത്തമ്മ. 1970s ഇറങ്ങിയ ഒരു സിനിമ നമ്മളെ പഠിപ്പിച്ചു, കന്യ അയ്യപ്പന്മാർ വരാത്ത കാലത്ത് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചോളാം. അതും വിശ്വസിച്ച് നമ്മൾ ഇന്നും ഇരിക്കുകയാണ്. ആത്യന്തികമായിട്ട് നമ്മൾ അതിലൂടെ ആരെ ഇൻസൾട്ട് ചെയ്യണത്? ഒരിക്കലും നടക്കാത്തൊരു സത്യം ചെയ്തു കൊടുത്ത ഭഗവാനെ, അല്ലെ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്, ഗുരുസ്വാമിമാരൊക്കെ ഇന്ന് ഒരുപാട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള ഭാവം എന്താണെന്ന് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അവർ നാളെ നിങ്ങളെ ചോദ്യം ചെയ്യും. എന്നോട് ചോദിച്ച പോലെ നിങ്ങളോടും ചോദിക്കും. ദയവായിട്ട് അവരോട് കുരുത്തം കെട്ടവളെന്നൊന്നും പറയാതിരിക്കുക. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നാ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിനാണ് ഞാനത് പറഞ്ഞത്. ഭഗവാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ഭാവത്തിൽ അവിടെ ഇരിക്കുന്നു. വരുന്ന ആളുകളെ ഭഗവാൻ മുഴുവൻ അമ്മയായിട്ട് കാണുന്നു. ആ സ്ത്രീകൾക്ക് ഭഗവാൻ കൊടുക്കുന്ന ഒരു ആദരവാണ് അവിടേക്കുള്ള ഈ പ്രദേശത്തിന് പോലും വിലങ്ങുനടിയായിട്ട് നിൽക്കുന്ന അങ്ങനെ വ്യാഖ്യാനം പറയാറുണ്ട്. എന്ത് തന്നെ ആയാലും ആ ഭഗവാൻ നമ്മുടെ അഭിമാനാണ്. ആരോ എന്തോ ചെയ്തോളട്ടെ. എന്താ ദ്വാരപാലകനോ പടിയോ ദണ്ടോ യോഗദണ്ടോ വാട്ടവർ. സ്വർണം പോയോ പോയില്ലേ എന്ന് ചിന്തിക്കണതിന് പകരം സ്വാമി എല്ലാ കാലത്തും അവിടെ നിന്ന് ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കുകയാണ്. നമുക്ക് ആത്യന്തികമായിട്ട് ഭഗവാന് വേണ്ടി ഭക്തര് കൊടുത്ത ഭഗവാന്റെ സ്വത്ത് പോയി കഴിഞ്ഞാൽ ഭഗവാൻ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അത് ഭഗവാൻ ചെയ്യുന്നുണ്ട്. ശാസ്താവ് എന്നുള്ള പദത്തിന്റെ തന്നെ അർത്ഥം ശാസിക്കുന്നവനും കൂടി ഉണ്ട്, പഠിപ്പിക്കുന്നവൻ. എന്ത് പഠിപ്പിക്കുന്നവൻ? ധർമ്മം ശാസിച്ച് പഠിപ്പിക്കുന്നവൻ. അതുകൊണ്ട് അവൻ ധർമ്മശാസ്താവായി. കാണുന്നവരിലൊക്കെ എന്നെ കാണാൻ പഠിപ്പിക്കുന്ന ഈശ്വരൻ. സ്വന്തം പേരെടുത്ത് തന്റെ ഭക്തർക്ക് കൊടുക്കുന്ന ഈശ്വരൻ. ഒരിക്കൽ എന്നെ കാണാൻ പോയി എന്നെ കണ്ട് ഞാനായി തീർന്നു കഴിഞ്ഞാൽ തിരിച്ച് ഞാനായി ജീവിച്ചോളണം എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്ന ഭഗവാൻ. നെയ്യഭിഷേകം കഴിഞ്ഞ് ഭഗവാന് നമ്മുടെ ആത്മാവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. ആ ജീവാത്മാവും പരമാത്മാവും ഒന്നായി കഴിഞ്ഞു. പോകുമ്പോണ്ടായിരുന്ന ശീലങ്ങളും പോകുമ്പോണ്ടായിരുന്ന അവസ്ഥയും പോകുമ്പോണ്ടായിരുന്ന മാനസിക വ്യഥകളും ഒക്കെ മാറ്റിവെച്ച് ശേഷിക്കുന്ന കാലം എല്ലാവരിലും സ്വാമിയെ കാണാൻ സാധിക്കണം. ഞാൻ മറ്റേ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ശ്രീനിവാസം പോയ പോലെ മലയ്ക്ക് പോകണം എന്നല്ല പറഞ്ഞത്. പക്ഷെ ആത്യന്തികമായി സർവ്വതിലും നിറങ്ങിയിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് എന്നുള്ള ബോധ്യം ഇരിക്കണം. അപ്പുറത്ത് നിൽക്കുന്നതും സ്വാമി, ഇപ്പുറത്ത് നിൽക്കുന്നതും സ്വാമി, അല്ലെ? പേട്ട തൊഴുമ്പ് പറയാറില്ലേ, സ്വാമി നിന്റെ അകത്ത്, അയ്യപ്പൻ എന്റെ അകത്ത്. എന്റെ ഉള്ളിലുള്ള സ്വാമിയും നിന്റെ ഉള്ളിലിരിക്കുന്ന അയ്യപ്പനും ഒന്ന് തന്നെയാണ്. അതിനേക്കാൾ മുകളിലൊരു വേദന നടക്കുന്നില്ല, അതിനേക്കാൾ മുകളിലൊരു വേദമില്ല. ആ പ്രപഞ്ച സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. അതിനാണ് ഭഗവാൻ ആ മലയുടെ മുകളിൽ ഇരിക്കുന്നത്. പെരുന്നാളത്തപ്പന്റെ ഈ തിരുവുത്സവ സമയത്ത് ഭഗവാൻ തന്റെ ഉത്സവ നാളുകളിലൂടെ കടന്നു പോകുമ്പോ നിത്യോത്സവമുള്ള ഒരാള് ഗുരുവായൂര് ശ്രീകോവിലിൽ ഇരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞുള്ളൂ. എത്ര പേര് വന്നിരുന്നു ഗുരുവായൂർ ഉത്സവത്തിന്? ഒരാളെ കണ്ട് എന്നെ കണ്ടിരുന്നു. നമ്മളവിടെ കണ്ടല്ലോ, ഒരു പരിചയം തോന്നിയുണ്ട്. മുദ്രപ്പുഴുക്കും കഞ്ഞിയും അല്ലേ? ഞങ്ങളവിടെ പോയപ്പോ ഉത്സവത്തിന് ഒരു ഗുരുവായൂരിന്റെ വിഷ്വൽ ഉണ്ടായിരുന്നു. എനിക്ക് ഗുരുവായൂരിനെ കാണാൻ തോന്നി. അപ്പൊ ഒന്ന് പുറകിലേക്ക് നോക്കിയതാണ്. കുറച്ചൊന്നൊരു വന്നോളൂ. ഗുരുവായൂർ ഉത്സവത്തിന് പോയപ്പോ പള്ളിവേട്ട കഴിഞ്ഞ്, പള്ളിവേട്ട ഉത്സവ ബലി ദിവസം വരെ കഞ്ഞിയുണ്ട്. അപ്പൊ കഞ്ഞി വിളമ്പി പാളപ്ലേറ്റില് പരിചയമുള്ള ആൾക്കാരുണ്ടാവും. പുഴുക്ക് കഞ്ഞിയുടെ മുകളിൽ തന്നെ വിളമ്പി അപ്പുറത്തെ ഇല ഇട്ടിട്ട് അതില് ഉപ്പും ശർക്കരയും തേങ്ങാപ്പൂട്ടും വിളമ്പും.
തേങ്ങാപ്പൂട്ടിനും ശർക്കരയ്ക്കൊക്കെ ഇത്രയും രുചിയുണ്ട് എന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് ഗുരുവായൂരിന് സാധനം കഴിച്ചപ്പോ. ഒരിക്കലെങ്കിലും നമ്മുടെ മെനു ഒരു ദിവസം ഒന്ന് ഗുരുവായൂരുള്ള ദിവസം ഉത്സവ സമയത്ത് അപ്പോഴേ കിട്ടുള്ളൂ. നിങ്ങൾ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ, പണ്ട് ഞാൻ തന്നെ ഏതൊരു സമയത്ത് ഗുരുവായൂരപ്പന്റെ രാത്രി ശിവേലിയെ കുറിച്ച് പണ്ടൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഗുരുവായൂരപ്പന്റെ ഈ രാത്രി ശിവേലി പോയി തൊഴണം. അതുപോലെ ഇനി അടുത്ത കുംഭമാസത്തിൽ പോയാൻ തൊട്ട് തുടങ്ങുന്ന 10 ദിവസത്തെ ഉത്സവ സമയത്ത് പെരുന്നാളത്തുള്ള എല്ലാവരും ഒരു ദിവസമെങ്കിലും പോയി ഗുരുവായൂരപ്പന്റെ ഉത്സവ കഞ്ഞി കുടിക്കുക. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് ആ സ്പൂൺ എടുത്ത് കുടിക്കൂ എന്നൊക്കെ പറഞ്ഞു കേൾക്കും. പാളപ്ലേറ്റ് ഒക്കെ തരുമ്പോ ഇങ്ങനെയല്ല കഴിക്കേണ്ടത്, ആ പാളപ്ലേറ്റിലുള്ള ആ പ്ലാവിൽ കൊണ്ടുള്ള സ്പൂൺ കൊണ്ട് എടുത്ത് കുടിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞു കേൾക്കാം. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ, അദ്ദേഹത്തുമായിട്ട് ഈ അമ്പലത്തിന് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. നോക്കൂ, രണ്ടുപേരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു വില്ലുമംഗലം സ്വാമിയാർ, അല്ലെ? ഈ ഭഗവാന്റെ ഉൽപ്പത്തി ഇവിടെ ഉണ്ടാവാനും കാരണം വില്ലുമംഗലാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരിൽ ഒരാളായിരുന്നു വില്ലുമംഗലം. നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ കൈകൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരാള് ഇവിടെ അടുത്തുണ്ട്. ആരത്? ഇത്ര നേരം ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞില്ല, ഇനി കുറച്ചേ നിങ്ങൾ പറയാ. കഴിഞ്ഞ ജന്മത്തിൽ കണ്ണപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാട്ടാളനായിട്ട് ജനിക്കുകയും അടുത്ത ജന്മത്തിൽ എന്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം അവിടെ പ്രതിഷ്ഠ നടത്താനുള്ള ഭാഗ്യം ഞാൻ നിനക്ക് തന്ന് അനുഗ്രഹിച്ചോളാം ആ ജഗദംബിക പറഞ്ഞ് കീഴ്ക്കാവില ഭഗവതിയെ അവിടെ പ്രതിഷ്ഠിച്ചതും സാക്ഷാൽ വില്ലുമംഗലം തന്നെയാണ്. ആ വില്ലുമംഗലം അദ്ദേഹം ഇതപ്പോ കഴിഞ്ഞുള്ളൂ. അദ്ദേഹമായിട്ട് നിരവധിയായിട്ടുള്ള കഥകൾ കണക്ട് ചെയ്ത് പറയാമോ, അല്ലെ? എന്താണ് ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുമ്പോ പലപ്പോഴും തോന്നാറുള്ളതാണ്. അമ്പലപ്പുഴ നാടകശാല സദ്യ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ആരും പോയിരുന്നു ഇവിടുന്ന്? പോയില്ല. അമ്പലപ്പുഴ നാടകശാലയുടെ പുറകിലുള്ള കഥ എന്താ? വില്ലുമംഗലം ഉത്സവം നടക്കുന്ന സമയത്ത് നാടകശാല സദ്യ ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോയി. ശ്രീകോവിലിൽ പോയി നോക്കിയപ്പോ ഭഗവാനെ കണ്ടില്ല. ഇയാളിപ്പോ എവിടെ പോയി? നിങ്ങൾ കരുതുന്ന പോലെ ഭഗവാൻ ജഗണത കളിക്കാൻ പോയതൊന്നുമല്ല. ഇന്നിപ്പോ ഉണ്ണിയേട്ടനായിട്ട് പോയിട്ടുണ്ട് എന്നാണ് എല്ലാവരുടെയും ധാരണ. ഒരു കുട്ടീനോട് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത്, ബാലാമ്മയുടെ കല്യാണം നടത്തി കൊടുത്തു, ഞാൻ എത്രയായി പറയണം, എന്റെ അടുത്ത് വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഭഗവാൻ ആവശ്യമുള്ള സമയത്ത് വരും, ഉചിതമായ സമയത്ത് നടപടി ഉണ്ടാവും. ഗുരുവായൂരപ്പൻ പോലും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഇപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് രണ്ട് റിക്വസ്റ്റ് ആണ്. ഒന്ന്, നന്ദനം കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതേ കൊണ്ടുള്ള ശല്യം കഴിഞ്ഞു എന്ന്. ഇപ്പൊ ഈ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നൊരു സിനിമ കൂടെ ഇറങ്ങിയപ്പോൾ കംപ്ലീറ്റ് ആണ്. കല്യാണം കഴിപ്പിച്ച കൃഷ്ണ. അങ്ങനെയുള്ള വില്ലുമംഗലം ഭഗവാനെ കാണാതെ ഇറങ്ങി പുറപ്പെട്ടു. നാടകശാല സദ്യ നടക്കുന്ന സ്ഥലത്ത് പോയ സമയത്ത് തന്റെ ഉത്സവത്തിന് വന്നിട്ടുള്ള വാദ്യക്കാർക്കും മേളത്തിന് പങ്കെടുക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഉള്ള സദ്യയിൽ ഭഗവാൻ നെയ്യ് വിളമ്പിക്കൊണ്ടൊരു ഉണ്ണി നമ്പൂതിരിയായിട്ട് അത് കൂടെ സഞ്ചരിക്കുന്നത് കണ്ടു എന്നാണ്. അപ്പൊ ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാൻ ഓടിപ്പോയി. അന്ന് തൊട്ടിട്ടാണ് നാടകശാല സദ്യ തുടങ്ങിയതാണ്. ഇന്നും ഭഗവാന്റെ നോക്കൂല്ലേ, നമുക്ക് ഞാനൊക്കെ എന്റെ അമ്മയുടെ അടുത്ത് എത്രയൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ ഇന്നേ വരെ ഗുരുവായൂരത്തെ രസകാളൻ പോലത്തെ ഒരു മോര് കൂട്ടാൻ എന്റെ അമ്മ ജീവിതത്തിൽ വെച്ചിട്ടില്ല. ഉത്സവ സമയത്ത് ഒരു ദിവസം വീട്ടിൽ കൊണ്ടായി കൊടുത്തു, കണ്ടു പഠിക്കുക. അപ്പൊ അമ്മ ഒറ്റ വാക്കിനാണ് മറുപടി പറഞ്ഞത്, നമ്മൾ ഇനി ഷെഫ് പിള്ളേരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചാലും ഇതേപോലെ ഒന്നും, ഇത് ഗുരുവായൂരപ്പന്റെ പ്രസാദമാണ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. നമ്മളത് പ്രസാദമായിട്ട് കഴിക്കുന്നുണ്ട് അല്ലെ? അവിടെ പോകുമ്പോ അന്നലക്ഷ്മി ഹാളില്. എന്നാൽ ഇത് പ്രസാദം അല്ലാതെ കഴിക്കുന്ന ചില ആൾക്കാരുണ്ട്. ആരാത്? ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന രീതിയിൽ ഞാൻ കാണുന്നത്, നിങ്ങൾ ഗുരുവായൂർ വരുമ്പോ രാവിലെ നിർമ്മാല്യം സമയത്തൊക്കെ വരിക, റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ബസ് സ്റ്റാൻഡിലും മഞ്ജുളാലിന്റെ പരിസരത്തും ഒക്കെ പുതച്ചുകൊണ്ട് കിടക്കുന്ന കുറെ പാവങ്ങളെ നിങ്ങൾക്ക് കാണാം. ഗുരുവായൂർ പ്രദേശത്ത് എവിടെ നിന്നൊക്കെയോ വന്നവർ, കുറച്ചു കാലം ഗുരുവായൂർ നിൽക്കുന്നവരായിരിക്കാം, എത്രയോ നാൾ ഗുരുവായൂർ നിന്നവർ അല്ലെ? മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ഭാര്യ ഇല്ലാതായി പോയവർ, അനാഥരായിട്ടുള്ളവർ, ഇവരൊക്കെ അവിടെ മൂടി പുതച്ച് കിടന്നുറങ്ങണ കാണാം. എന്താണ് ഗുരുവായൂരപ്പന്റെ യഥാർത്ഥത്തിലുള്ള മഹത്വം എന്ന് ചോദിച്ചാൽ, എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരമ്മയുടെ കഥ ഉണ്ട്.
ഞാൻ ഈ ഗുരുവായൂരപ്പനോട് വാശി പിടിച്ച് ഒന്നും വാങ്ങരുത് എന്ന് പറയാൻ വേണ്ടി ഒരു കഥ തപ്പി നടക്കായിരുന്നു. അപ്പോഴാണ് ഒരു മഹാത്മാവ് ഒരു കഥ പറഞ്ഞു തന്നത്. ഒരു അമ്മയ്ക്ക് കുറെ നാൾ കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടായില്ല. അത്ര കുറെ നാൾ കഴിഞ്ഞു. വലിയ ഗുരുവായൂർ ഭക്തി ആയതുകൊണ്ട് ഗുരുവായൂരപ്പനോട് പോകുമ്പോഴൊക്കെ പറഞ്ഞു, കൃഷ്ണ എത്ര നാളായി ഞാൻ വരുന്നു, ഒരു കുഞ്ഞിക്കാലല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല. ആദ്യമൊക്കെ നല്ല രീതിക്ക് പറഞ്ഞു, പിന്നെ ഗുരുവായൂരപ്പനെ വഴക്ക് പറയാൻ തുടങ്ങി. സ്വാഭാവികം, നമ്മളൊക്കെ പറയാറുണ്ടല്ലോ. അവസാനം നമ്മൾ സ്ഥിരം ഭഗവാനോട് എടുക്കുന്ന ഒരു ബ്രഹ്മാസ്ത്രം ഉണ്ട്, ദയവായിട്ട് നിങ്ങൾ ആരും അത് ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. എന്താന്ന് പറയുന്നത്, ഇത് ശരിയാവാതെ മേലാൽ ഞാൻ നിന്നെ വന്ന് കാണില്ല എന്ന് ഒരു കാരണവശാലും ഗുരുവായൂരനോട് പറയരുത്. അതിലും ഭേദം നിങ്ങൾ ഒരു ബ്ലേഡ് എടുത്തിട്ട് മൂപ്പരുടെ ദേഹത്തൂടെ കീറി വരയ്ക്കുന്ന, അത്രയധികം അത് വിഷമിച്ചു പോകും. എന്തിനാണ് ഓരോ ദിവസം ഈ ഉച്ചപൂജയ്ക്ക് ഓരോ വേഷം കിട്ടി നിൽക്കുന്നത്? നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അത് കാത്തിക്കുന്നത്. പാവം, എന്നെ കാണാൻ വരുന്ന എന്റെ ഭക്തർ എന്നെ കണ്ടിട്ട് അവരുടെ വിഷമം മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ, ഞാൻ എന്ത് കോലം കെട്ടാനും തയ്യാറാന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഓരോ വേഷം കെട്ടി ആ ശ്രീകോവിലിന്റെ ഉള്ളിലിരിക്കണു. പാവം, അതിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് നമ്മൾ പറയണത്, ഇനി മേലെ ഞാൻ നിന്നെ കാണാൻ വരില്ല എന്ന്. ദയവായിട്ട് ചെയ്യുന്നു. അമ്മയും പറഞ്ഞു അതേപോലെ, ഗത്യന്തരല്ലാണ്ട് ഭഗവാൻ ഉണ്ണിയെ കൊടുത്തു, സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. ഗുരുവായൂർ പ്രദേശത്ത് അന്നലക്ഷ്മി ഹാളില് ഈ ചോറും രസകാളിലും വിളമ്പുന്ന ഒരു ചേട്ടൻ ഒരമ്മയ്ക്ക് ചോറ് വിളമ്പി രസകാളം വിളമ്പിയിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഉത്രേ അന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ, എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചതല്ലേ എന്ന്. ആദ്യം മനസ്സിലായില്ല, അയാൾ വിളമ്പിക്കൊണ്ട് പോയി. ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചു. വീട്ടിൽ നിന്ന് ആ ഗുരുവായൂരപ്പൻ കൊടുത്ത മകനും ഭാര്യയും മക്കളും കൂടെ ഗുരുവായൂർ തൊഴാൻ വന്നിട്ട്, അമ്മ ഇവിടെ നിന്നോളൂ, ഞങ്ങൾ പായസം വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ് പോയതാ. പിന്നെ വന്നിട്ടില്ല, അന്ന് പോയതാ. അതിനാരോടും ചോദിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഇന്ന് ഭഗവാന്റെ ഭക്ഷണം കഴിച്ച് അവിടെ താമസിക്കുന്നുണ്ട്. ഭാവം വന്ന് ചോദിച്ചു, അത്രേ ഞാനായിട്ട് തരാതിരുന്നതല്ലേ, എന്റെ ഇന്ന് പിടിച്ചു വാങ്ങിയതല്ലേ, ഞാൻ ഉണ്ടായിരുന്നല്ലോ, എന്നെ എന്തുകൊണ്ട് കണ്ടില്ല. അതുകൊണ്ട് അമ്മമാരെ, നിങ്ങളുടെയൊക്കെ കുട്ടിയാണ്. എനിക്കൊക്കെ ഒരു കൂട്ടുകാരന്റെ സ്ഥാനമേ ഉള്ളൂ. നിങ്ങളൊക്കെ പെറ്റ കുട്ടി, സ്വന്തം കുട്ടി, നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാം. ഒരമ്മയുടെ വാത്സല്യം കിട്ടി മതിയായിട്ടുള്ള ഗുരുവായൂരപ്പനെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ജനിച്ച പാടെ സ്വന്തം അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. 10 വയസ്സ് വരെ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മദർ ഇൻ ദ വേൾഡ് സാക്ഷാൽ യശോദ. അമ്മയുടെ കൂടെ 10 വർഷം വീണ്ടും തിരിച്ചു പോകുന്നു. സ്വന്തം അമ്മയെ കണ്ടപ്പോ സ്വന്തം അമ്മ കുട്ടിയായിട്ട് കണ്ടില്ല, ഭഗവാനായിട്ട് കണ്ടു. അതുകൊണ്ട് ഇന്നും നിങ്ങളെ പോലുള്ള അമ്മമാരുടെ അടുക്കളയിലാണ് ഭൂലോക വൈകുണ്ഠം എന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. നിങ്ങൾ ചോറ് വിളമ്പി വെച്ച് ഇത്തിരി തൈര് ഒഴിച്ച് ഇത്തിരി കടുമാങ്ങ ഇത്തിരി കുഴച്ച് 4 ഉരുള ഉണ്ടാക്കിയിട്ട് ഇത് എന്റെ ഉണ്ണിക്ക് എന്ന് പറഞ്ഞ് ധ്യാനിച്ച് നിങ്ങൾ മാറ്റി വെച്ചാൽ ഗുരുവായൂരിലെ ലിറ്റർ കണക്കിന് പാൽപ്പായസം വേണ്ടാന്ന് വെച്ച് നിങ്ങളുടെ അടുക്കളയിൽ പെറ്റി കിടക്കും ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പന് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ലോകത്ത് ഒരാൾക്ക് കിട്ടില്ല. നിങ്ങളൊക്കെ തന്നെയാണ് യശോദ. ആ നിങ്ങളുടെ ഭാഗ്യത്തെ നിങ്ങൾക്ക് തന്ന പെരുന്നാളത്തപ്പൻ നിങ്ങൾ നമസ്കരിക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ സപ്താഹം നടക്കുന്ന സമയത്ത് അമ്മമാർക്കൊക്കെ പരിചയം ഉണ്ടാവും. ഈ ഊണ് കഴിക്കുന്നതിന് മുമ്പായിട്ടൊരു പാട്ട് പാടും. കണ്ണൻ ഉണ്ണി മാമുണ്ടണേ, ഒട്ടൂരിന്റെ വെയില് കൊണ്ടു നിൻ പൂടലയ്യോ താളുപോലെ തളരുന്നു, അല്ലെ മണ്ണു വാരി കളിച്ചത് മതി കണ്ണൻ ഉണ്ണി മാമുണ്ടണേ. ആ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എവിടെ പറയുന്നത്, അതിൽ മഹാദേവനെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ആ പാട്ടില്. ഈ ചെറുത് ഇങ്ങനെ കളിക്കേണ്ട, തുണി കൊടുക്കേണ്ട, റോട്ടിൽ കൂടെ മുഴുവൻ ഓടിയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോ സ്വന്തം അമ്മ വിളിച്ച് പറയാണ്, കാകവേഷത്തിൽ നിൽപ്പു ശങ്കരൻ വിഷ്ണു നിർമാല്യം ഉണ്ണുവാൻ എന്നാണ്. ഉണ്ണി ഈ നിൽക്കണ കാക്ക ആരാന്നറിയോ നിനക്ക്? ഇത് സാക്ഷാൽ മഹാദേവനാണ്. എന്തിനാ ഉണ്ണി അദ്ദേഹം കാത്തു നിൽക്കുന്നത്? എന്റെ ഉണ്ണി ചോറുണ്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കണം അമ്മയ്ക്ക്. അതുകൊണ്ട് എന്റെ ഉണ്ണി വന്ന് ചോറുണ്ട് എന്ന് പറയുന്ന ആ അമ്മ നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞു വന്നു. മഹാദേവൻ പോലും വിഷ്ണുവിന്റെ നിർമാല്യം ഉണ്ണാനായിട്ട്, അത് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെറുതാണ് മഹാദേവൻ എന്ന് പറയാനല്ല ഞാൻ ഉപയോഗിച്ചത്, അത്രയധികം ഇഷ്ടമാണ് ഭഗവാനെ എന്നാണ്. ഗുരുവായൂരപ്പൻ പോലും നല്ലൊരു ഉണ്ണീനാവാൻ വേണ്ടി പ്രാർത്ഥിച്ചത് മഹാദേവനെയാണ്. പാശുപത വ്രതം, ആ വ്രതം എടുത്തിട്ടാണ് സാമ്പൻ എന്ന് പറയുന്ന മകൻ ഭഗവാൻ ജനിക്കുന്നത്. സാമ്പൻ എന്ന് പറയുന്നത് എന്താ അർത്ഥം?
അമ്പയോട് കൂടിയവൻ ശിവൻ എന്നാണ് അർത്ഥം. സ്വന്തം മകന് ശിവന്റെ പേരിട്ട ആളെയാണ് നിങ്ങൾ ശിവന്റെ വിരോധിയായിട്ട് മാറ്റാൻ നോക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാനെ എത്രത്തോളം നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും അത്രത്തോളം, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ഒരു അമ്മയായി കണ്ട് സ്നേഹിക്കുക. അങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടാവും ഭഗവാൻ. ഞാൻ എപ്പോഴും ഗുരുവായൂരോട് ചോദിക്കാറുണ്ട്, കൃഷ്ണ അങ്ങ് ഈ യശോദാമ്മ ഒരല് കെട്ടിയിട്ടപ്പോ അത് വലിച്ചോണ്ട് പോയിട്ട് കുബേരന്റെ മക്കളായിട്ടുള്ള രണ്ടുപേർക്ക് അവിടെ നിന്ന് മോക്ഷം നൽകി അല്ലെ? ഇത്ര ഉണ്ടായിരുന്ന സാധനം അത് ഒരല്ലിൽ പോലും ഒതുങ്ങി കിടന്നില്ല. കുറൂരമ്മ എന്ന് പറയുന്ന ഒരു അമ്മ കറിക്കൊലം കൊണ്ട് അടച്ചപ്പോ 3 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ അനങ്ങാണ്ട കടന്നു. ഞാൻ എങ്ങോട്ടും പോണില്ല, ഒരു ഇഞ്ച് അനക്കിയില്ല ആ പാത്രം. അവിടെ കടക്ക് കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ അവിടെ കടന്നു. പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരാളെ നിയന്ത്രിക്കാൻ പ്രിയപ്പെട്ടവരെ, അമ്മമാരെ, നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് നിങ്ങളുടെ മഹത്വം. പ്രപഞ്ചം മുഴുവൻ ആരാണോ നിയന്ത്രിക്കുന്നത് അയാളെ നിയന്ത്രിക്കുന്ന ആളാണ് നിങ്ങൾ. ആ നിങ്ങളുടെ ഭാഗ്യത്തെ വളരെ നന്ദിയോടുകൂടി സ്മരിക്കണം. യശോദാമ്മയുടെ പ്രിയപ്പെട്ട, ഞാൻ ഈ യശോദാമ്മ എന്ന് പറയാൻ തുടങ്ങിയത് ഇപ്പൊ ഈ അടുത്ത കാലത്ത്. പണ്ടൊക്കെ യശോദ എന്ന് പറയപ്പോ ഒരു ഭാഗവത സപ്താഹ വേദിയിൽ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 4-5 തവണ യശോദ എന്ന് പറഞ്ഞപ്പോ അവിടെ അലങ്കരിക്കാൻ തൂക്കിയിട്ടുള്ള അടക്കന്റെ തലയിൽ വീണിട്ടുണ്ട് പണ്ട്. ഭഗവാൻ പറഞ്ഞു, റെസ്പെക്ട് ചെയ്യണം, എന്റെ അമ്മയാണ്, അമ്മ എന്നോട് ചേർത്ത് വിളിച്ചോളണം എന്നാണ് പറഞ്ഞത്. അന്നോട്ട് യശോദാമ്മ എന്ന് പറയാൻ അങ്ങനെ വല്ലാണ്ട് മറക്കാറില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രം ഗുരുവായൂർ. ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് പൂർണ്ണത്രയീശൻ, സന്താന ഗോപാലമൂർത്തിയായിട്ടുള്ള ഭഗവാൻ. അദ്ദേഹത്തെ ഏറ്റവും അധികം സ്നേഹിച്ച ഈ തൃപ്പൂണിത്രക്കാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. എത്ര പേർക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാം? എനിക്ക് അറിഞ്ഞൂടാ. ആഞ്ഞം മാധവൻ നമ്പൂതിരിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയെങ്കിലും ആഞ്ഞത്തിന്റെ സമകാലീനായിട്ടുള്ള ഒരാള്, തൃപ്പൂണിത്തറ കോവിലകത്ത് തന്നെ ജനിച്ചിട്ടുള്ള ഒരാള്, ആഞ്ഞത്തിനെ പോലെ തന്നെ ആദ്യകാലത്ത് ഗുരുവായൂരപ്പനിൽ ഒരു വിശ്വാസം ഇല്ലാണ്ട് ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിട്ട് മാറിയിട്ടുള്ള ഒരാള്. തൃപ്പൂണിത്തറക്കാർ, ഞാൻ നിങ്ങളോടൊരു കാര്യം, എന്റെ അറിവ് ശരിയാണെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നലക്ഷ്മി ഹാളിൽ നടക്കുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദ ഊട്ട് തുടങ്ങി വെച്ചത് ഒരു തൃപ്പൂണിത്തറക്കാരനാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ആ കാര്യത്തിൽ തൃപ്പൂണിത്തറക്കാരൻ തുടങ്ങിയത്. ഇന്ന് പ്രപഞ്ചത്തിലുള്ള എല്ലാ ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ രസകാളൻ ഉൾപ്പെടെ ഒന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഓടിയെത്തുന്നത് തുടങ്ങി വെച്ചത്, അന്ന് ഇത്ര കണ്ട് വിഭവമൊന്നുമില്ല, അത് തുടങ്ങി വെച്ചത് ഒരു തൃപ്പൂണിത്തറയുള്ള ആളാ. ആരാത്? എത്ര പേര് കേട്ടിട്ടുണ്ട് കാശി അപ്പൻ തമ്പുരാനെ കുറിച്ച്? നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ നാട്ടുകാരനോ? കേട്ടിട്ടുണ്ടോ? കേൾക്കണം. ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്നു അദ്ദേഹം. ഭക്തി കൂടി 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 ഗുരുവായൂരപ്പനെ എങ്ങനെയാണോ വില്ലുമംഗലം, എങ്ങനെയാണോ കുറൂരമ്മ നേരിട്ട് കണ്ടിരുന്നത്, അതുപോലെ കാണാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് പല ആളുകളും ഗുരുവായൂർ പ്രദേശത്തൊക്കെ അദ്ദേഹം എന്തോ വെറുതെ ഇങ്ങനെ പോസ്റ്റ് പറഞ്ഞു നടക്കണു, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, കിളി പോയി, അദ്ദേഹത്തിന് ഡ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞത് കേട്ട് ഈ തൃപ്പൂണിത്തറനുള്ള മറ്റൊരു ബ്രാഹ്മണൻ, അദ്ദേഹം ഗുരുവായൂർ പോയപ്പോ കാശിയപ്പൻ തമ്പുരാനെ കണ്ടുത്രേ. കാശിയപ്പൻ തമ്പുരാനെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് ഉപദേശ രൂപത്തിൽ പറഞ്ഞു, തിരുമേനി അങ്ങ് എത്ര വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. കോവിലകത്തുനിന്ന് അദ്ദേഹത്തിന് മാസച്ചെലവിന് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണ പൈസ കൊണ്ട് അദ്ദേഹം തുടങ്ങിയതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഗുരുവായൂരത്തെ അന്നദാനം. ഓർത്തു വെച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, തിരുമേനി എല്ലാവരും അങ്ങേ പരിഹസിക്കുന്നു, അങ്ങ് എത്ര വലിയൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്, എത്ര വലിയൊരാളാണ്, ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ഈ ഭ്രാന്ത എന്നുള്ള വിളി കേൾപ്പിക്കാനായിട്ട് ഇവിടെ നിൽക്കണോ? അങ്ങക്ക് വിഷമാവണില്ലേ ഈ വിളി കേൾക്കുമ്പോ? ഇങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ടു എന്നൊക്കെ ഉറക്കെ പറയാതിരുന്നൂടെ? എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് നാമം ജപിച്ച് കഴിഞ്ഞു കൂട്ടിയ പോരെ എന്ന് പറഞ്ഞു എന്നാണ്. ഇദ്ദേഹം പറയണതൊന്നും കേൾക്കാതെ അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. പെട്ടെന്ന് എന്തോ ഒരു വെളിപാടുണ്ടായ പോലെ ഈ മനുഷ്യനെ തട്ടിയിട്ടിട്ട് കാശിയപ്പൻ തമ്പുരാൻ ഗുരുവായൂർ അമ്പലത്തിൽ കൂടെ ഓടിയെന്നാണ്. അതാ ഓടുമെന്ന് പറഞ്ഞു. അയ്യോ അതാ ചാടി മതിലിന്റെ മുകളിൽ കയറി, അതിപ്പോ വീഴുവനോ എന്ന് പറഞ്ഞ് കൊള്ളണം തുടങ്ങി, ഉറക്കെ ഒച്ച വയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം മതിൽ, നിങ്ങൾ ആ ഭഗവതിക്കെട്ടിന്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആ ഭാഗത്തുള്ള മതിലായിരുന്നു പറയാ, അത് കൂടെ ഓടിയിത്ര അദ്ദേഹം.
അതാ മതിലിന്റെ മുകളിൽ കൂടെ ഓടുന്നു, ആരെങ്കിലും പിടിക്കുന്നതുകൊണ്ട്. പിന്നെ തിരിച്ച് അമ്പലത്തിങ്ങനെ ഓടിയിട്ട് പറഞ്ഞു അതാ കൊടിമരത്തിന്റെ മുകളിൽ കയറി പോയി. എന്നിട്ട് രണ്ട് കൈയും കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ചാട് കണ്ണാന്നുണ്ട്. ഈ പാവം തിരുമേനി ഉപദേശിക്കാൻ പോയ ആൾക്ക് തോന്നുന്നു നല്ല ആളെ ഞാൻ ഉപദേശിച്ചു. ക്രോധം ഉണ്ടായിട്ട് ദേഷ്യം ഉള്ളിൽ വന്നിട്ട് തിരുമേനിയോടല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചിങ്ങോട്ട് വലിച്ച സമയത്ത് മുകളിലേക്ക് നോക്കിയതാണ്. തൊട്ട സമയത്ത് മുകളിൽ കണ്ടു അത്ര ഭഗവാനെ. എപ്പോഴാണോ കാശ്യപ്പൻ തമ്പുരാന്റെ കൈ പിടിച്ചത്, ആ ഉപദേശിക്കാൻ പോയ ആള് കണ്ടു മുകളില്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടു. ആണ് ഗുരുവായൂരപ്പന്റെ മഹത്വം. രണ്ട് കൈയും കാട്ടിങ്ങനെ നിൽക്കുക അത്രേ. ആഞ്ഞൊക്കെ പറയും കൊടിമരത്തിന്റെ മുകളിൽ, ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരപ്പന്റെ സ്വഭാവം ഉണ്ടെന്ന് പറയുക. ഈ കൊടിമരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ഉഴുന്നിറങ്ങുക, വികൃതി. അപ്പൊ ആഞ്ഞൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കത്രേ, രണ്ട് കൈയും കാണിച്ചിട്ട് കാശ്യപ്പൻ തമ്പുരാനൊക്കെ. അപ്പൊ പാവപ്പെട്ട ഭക്തരൊക്കെ ഒന്ന് ചോദിക്കത്രേ തിരുമേനി എന്തിനാ എങ്ങനെ നിൽക്കണേ? അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള മറുപടി ഉണ്ട്. സച്ചിദാനന്ദ കട്ടയാണ്, താഴെ വന്ന് പിടിക്കാലോ. അതിനെ കിട്ടുമ്പോ കിട്ടുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ്, സന്തോഷം. എത്രയോ ആളുകൾ ഒരു പൈസയില്ല, ഉടുക്കാൻ നേരാവണ്ണം ഡ്രസ്സില്ല, ബന്ധുക്കളില്ല, എന്നാലും അവര് ഹാപ്പിയാ. ഒറ്റ വാചകം കൊണ്ട്. ഏത് വാചകം? എനിക്ക് എന്റെ ഗുരുവായൂരപ്പനുണ്ട്. അത് മതി. ആ വാചകത്തിന് വേണ്ടി, അത് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാ പ്രയത്നം മുഴുവൻ. അങ്ങനെയുള്ള ഭഗവാനെ നമുക്കൊക്കെ, നമ്മളൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്, ഓടി ചെന്ന് തൊഴുതു വരാം. എനിക്കും നിങ്ങൾക്കൊക്കെ ആ പ്രിവിലേജസ് ഉണ്ട്. എത്രയോ ആളുകൾ ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്ത ആളുകൾ ഈ പ്രപഞ്ചത്തിൽ എത്ര പേര് നിങ്ങൾക്കറിയാം? ഞാൻ എന്റെ അനിയന്റെ ചോറൂണിന് എന്റെ 2ാമത്തെ വയസ്സിൽ ഗുരുവായൂർ പോയിട്ട് ഞാൻ പിന്നെ ഗുരുവായൂർ പോകുന്നത് എനിക്ക് 19 വയസ്സായിട്ടാണ്. ഇന്ന് ഗുരുവായൂരപ്പൻ ആഴ്ചയ്ക്കാഴ്ച വിളിപ്പിക്കുന്നു. 23-ാം തീയതി നന്ദഗോവിന്ദം ഭജൻസിന്റെ കൂടെ ഗുരുവായൂർ പ്രോഗ്രാം ചെയ്യാൻ പോകും. അപ്പൊ അതൊക്കെ ഗുരുവായൂരപ്പൻ തരുന്ന. പണ്ട് ഏതോ ഒരു പ്രോഗ്രാമിന് എന്റെ പേര് നോട്ടീസ് അടിച്ചപ്പോ വ്യാസൻ ഗുരുവായൂർ അതിന്റെ കൂടെ എഴുതി. ഞാൻ പറഞ്ഞു ചേട്ടാ എന്റെ വീട് ഗുരുവായൂരല്ല, എന്റെ വീട് മണ്ണാർക്കാടാണ്. അപ്പൊ ആ കമ്മിറ്റിക്കാരൻ പറഞ്ഞു അങ്ങനെ പറയരുത്, നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കി തന്നത് ഗുരുവായൂരപ്പനാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് അങ്ങനെ തന്നെ വെച്ചോളൂ. ആത്യന്തികമായിട്ട് അദ്ദേഹം ഉള്ളൂ നമുക്ക്. അദ്ദേഹം തന്നെയാണ് ഈ അകത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഭേദഭാവത്തിൽ കാണരുത്. ആ ഗുരുവായൂരപ്പനെ ഒരിക്കലും, എനിക്ക് എറണാകുളത്തെ ഒരു അമ്മ കഴിഞ്ഞ അഷ്ടമിരോഹിണിക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഷ്ടമിരോഹിണി ഉണ്ടായിരുന്നത് സെപ്റ്റംബറിലായിരുന്നു. ആ അമ്മ എനിക്ക് മെസ്സേജ് അയച്ചത് വ്യാസം ഞാൻ ഡിസംബറിൽ ഗുരുവായൂർ പോകുന്നുണ്ടെന്നാണ്. അമ്മയ്ക്ക് അപ്പോഴേ പോകാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് അതിനുള്ള അവസ്ഥയുള്ളൂ, ഓടിപ്പോകാൻ പറ്റില്ല, കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം നോക്കിയപ്പോൾ ഞാൻ ഇൻബോക്സ് അങ്ങനെ നോക്കാറില്ല. ഈ അമ്മ കൗണ്ട് ഡൗൺ പോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി 12 ദിവസം, ഇനി 11 ദിവസം, ഇനി 10 ദിവസം. ലാസ്റ്റ് എത്തിയ സമയത്തൊക്കെ ഞാൻ എന്റെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം അങ്ങനെ വരും. കാരണം ബാഗ് പാക്ക് ചെയ്തു, ഉറങ്ങാൻ കിടക്കണു, ഉറക്കം വരുന്നില്ല, പോരായി, കുളിച്ചു, പിന്നെ അങ്ങോട്ട് മെസ്സേജ് ഇല്ല. എനിക്ക് അറിഞ്ഞൂടെ അമ്മയ്ക്ക് എന്ത് വെച്ചിരുന്നു. ഗുരുവായൂരപ്പൻ ആ അമ്മയെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, ഗുരുവായൂരപ്പന്റെ കൂടെ നിന്നാത് കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു രാത്രി 12 മണി മുതൽ 4 മണി വരെ കണ്ടിന്യൂസ് ഓരോ മണിക്കൂർ ഇടവിട്ട് ഞങ്ങൾ ഇവിടെ എത്തി, ഇത് അപ്പൊ ഞാൻ കാണും, ഇപ്പൊ ഞാൻ കാണും, ഇപ്പൊ ഞാൻ കാണും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന മനുഷ്യനുണ്ട്. പണ്ട് ഗുരുവായൂരനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വലിയ ദീപസ്തംഭത്തിന്റെ അവിടെ നിന്ന് ഒന്ന് ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞ് അപ്പുറത്തെ തലയൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് നോക്കാറില്ലേ? ചില സമയത്ത് ഈ ഉച്ചപൂജ അലങ്കാരമൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഒരു കറുത്തൊരു രൂപം മാത്രം കാണാൻ പറ്റുള്ളൂ, ഒന്നും കാണില്ല. വേറെ ഒരു തിലകം ഉണ്ടാവും, അപ്പോഴും ആ തിലകം കടന്ന് തിളങ്ങും. അത്രയും മതി. ആ സമയത്ത് നിങ്ങൾ എന്തനുഭവിക്കുന്നു ആ അനുഭവം എപ്പോഴും ഉണ്ടാക്കി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിന് എന്ത് വേണം? ദയവായി ഗുരുവായൂർ മാത്രമാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്ന് കരുതരുത്. കാശ്യപ്പൻ തമ്പുരാൻ പൊളിത്തറക്കാരനായിട്ടുള്ള അദ്ദേഹം എത്രയോ വർഷക്കാലം ഗുരുവായൂർ താമസിച്ച് തിരിച്ച് ഗുരുവായൂരിൽ അദ്ദേഹത്തെ കാണുമ്പോൾ എല്ലാവരും നമസ്കരിക്കുക. അദ്ദേഹത്തിന് വലിയ വിഷമായി, എല്ലാവരും എന്നെ നമസ്കരിക്കണം ഗുരുവായൂരപ്പനുള്ളപ്പോ. അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് പോകാൻ നോക്കിയപ്പോ ഗുരുവായൂരത്തെ ആൾക്കാരൊക്കെ വളഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, ഇവിടെ നിന്ന് പോയാൽ അങ്ങേക്ക് ഉറക്കം വരുമോ? ഗുരുവായൂരപ്പനെ പിരിഞ്ഞ് അങ്ങേക്ക് എങ്ങനെ ഇരിക്കാൻ സാധിക്കും? ഗുരുവായൂരപ്പനെ കാണാതെ അങ്ങേക്ക് ഇരിക്കാൻ പറ്റുമോ? ഒറ്റ വാചകം ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളോട് ആര് പറഞ്ഞു ഗുരുവായൂരപ്പൻ ഇവിടെ മാത്രമേ ഉള്ളൂ? അതാണ് ആ കോൺഫിഡൻസ് ഉണ്ടാവണം. ഒപ്പം അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്, നിങ്ങൾ ആരും ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരണ്ടാന്ന്. നിങ്ങൾ എവിടെ വിളിച്ചോ അവിടെ ഗുരുവായൂരപ്പൻ ഉണ്ട്. പിന്നെ നിങ്ങൾ ഗുരുവായൂർക്ക് വരണം. അതിനെ ഞാൻ ഗുരുവായൂർക്ക് പോണേ, എന്തിനാ ആഴ്ചയ്ക്ക് പോകണമെന്ന് എന്നോട് ചോദിക്കരുത്.
നിങ്ങൾ ഗുരുവായൂർക്ക് വരേണ്ടത് എന്തിനാണ്? അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നു, ഇവിടെ നടക്കുന്ന ആധ്യാത്മിക സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ, ഇവിടെ നടക്കുന്ന നാമജപ സദസ്സുകളിൽ പങ്കെടുക്കാൻ, ഇവിടെ നടക്കുന്ന ഭഗവാന്റെ ശീവേലി കാണാൻ, ഇവിടെ കൊടുക്കുന്ന ഭഗവാന്റെ പ്രസാദം ഇട്ട് കഴിക്കാൻ, അതിനൊക്കെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അല്ലാണ്ട് കാണുക അതിന് മാത്രം ഇവിടെ വരണ്ട. നിങ്ങൾ എവിടെ വിചാരിച്ചോ അവിടെ ഭഗവാൻ ഉണ്ട്. അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഇവിടെ തൃപ്പൂണിത്തുറയിലോ അല്ലെങ്കിൽ ഗുരുവായൂരോ ബദ്രിയിലോ ദ്വാരകയിലോ വൃന്ദാവനത്തിലോ ഒന്നും പോവാൻ എനിക്ക് പറ്റില്ലല്ലോ ഭഗവാനെ. ഒരിക്കലും അങ്ങനെ കരുതാതിരിക്കുക. നമ്മുടെ വീടും നമ്മുടെ അടുക്കളയും ഭൂലോക വൈകുണ്ഠാണെന്ന് കരുതുക. അവിടേക്ക് വിളിക്കുക ഗുരുവായൂരപ്പനെ. ഇത് ഓടി വരും. നേരത്തെ ഇവിടെ വൈഷ്ണവ് വായിച്ചല്ലോ, ഉണ്ണിക്കണ്ണാവായോ എന്നുള്ള കീർത്തനം. അതുപോലെ വിളിച്ചാൽ അദ്ദേഹം ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരും. ഭഗവാന്റെ ഭാര്യ ലക്ഷ്മി ഇടയ്ക്ക് ഭഗവാനോട് ചോദിക്കത്ര, എന്നോടാണോ കൂടുതൽ ഇഷ്ടം എന്ന്. ഭഗവാൻ ചിരിക്കുള്ളൂ. എനിക്ക് എന്റെ ഭക്തര് കഴിഞ്ഞിട്ടേ എന്തുള്ളൂ. ഞാൻ എന്റെ ഭക്തന്റെ ദാസന്റെ 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 ദാസനാണെന്നാണ്. അവിടെ ടോക്കൺ സിസ്റ്റം വരികയെ, ടോക്കൺ സിസ്റ്റം പോവേ, മീനമാസം 1-ാം തീയതി നിർമ്മാല്യം തൊഴാൻ ബെഞ്ച് മറിച്ചിടേ, ഒട്ടവർ എന്താന്ന് വെച്ചാൽ നടന്നോട്ടെ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളെ ബാധിക്കുന്ന വിഷയം നമ്മളും ഗുരുവായൂരും തമ്മിലുള്ള കണക്ഷൻ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് ഗുരുവായൂരപ്പൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അല്ലെ. ഞാൻ വരുമ്പോ അമ്പലം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഒരേ സമയം നോക്കൂ. നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ഇവിടെ ശിവനെ തൊഴാം, അപ്പുറത്ത് പോയി കൃഷ്ണനെ തൊഴാം. ആത്യന്തികമായിട്ട് രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ ഭഗവാനെ കാണാം.